ഹലോ സ്റ്റുഡൻസ്, ഹായ്, വെൽക്കം ടു ദി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. നമ്മുടെ CUT മോഡൽ എക്സാം യൂണിറ്റ് 5. അപ്പോൾ അതിൻ്റെ ആൻസറിൻ്റെ ഒരു ഡിസ്കഷനാണ് നമ്മുടെ ഈ സെഷൻ. പ്രധാനമായിട്ടും ഇതിനകത്ത് ജെനറ്റിക്സിൻ്റെ 2 ചാപ്റ്ററുകളാണ് വരിക. പിന്നെ അതിൻ്റെ കൂടെ റീപ്രൊഡക്ഷൻ്റെ 2 ചാപ്റ്റർ, റീപ്രൊഡക്ഷൻ പ്ലാൻസ്, റീപ്രൊഡക്ഷൻ ഓർഗനിസം, പിന്നെ സ്ട്രാറ്റജീസ്, പ്ലാൻ ബ്രീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ. അങ്ങനെ ഒരു 5 ചാപ്റ്ററിൻ്റെ കോമ്പിനേഷനാണ് ഈ യൂണിറ്റ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്വസ്റ്റ്യൻസിലൂടെ പ്രവേശിക്കാം. പരീക്ഷയൊക്കെ ആഘോഷമായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കൺഫ്യൂഷൻ ഇടയുള്ള ക്വസ്റ്റ്യൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലാരിറ്റി വരുത്താനാണ് ഡിസ്കഷൻ. ഓക്കെ, സോ ഹാവ് എ നൈസ് ടൈം. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. ഓക്കെ, സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് റിക്വയർ വാട്ടർ ഫോർ ഗമീറ്റ് ട്രാൻസ്ഫർ? അപ്പോൾ നമ്മൾ റീപ്രൊഡക്ഷൻ ഓർഗനിസം ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്, അതിനകത്ത് 2 കാര്യങ്ങൾ, ഗാമിറ്റോജെനിസിസ് ആൻഡ് ഗമീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ഗാമിറ്റോജെനിസിസിലൂടെ ഗമീറ്റ് ഉണ്ടായി കഴിയുമ്പം ഹൗ ദ ഗമീറ്റ്സ് ആർ അപ്രോച്ചിങ് ദ സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ അതിനോട് ഡിഫറെൻറ്റ് ഓപ്ഷനെ പറ്റി ചിന്തിക്കുന്ന ഭാഗമാണ് ഗമീറ്റ് ട്രാൻസ്ഫർ. നമുക്കറിയാം അത് പ്രധാനമായിട്ടും ഡിപ്പെൻഡ്സ് ഓൺ ദ മോട്ടിലിറ്റി ഓഫ് മെയിൽ ഗമീറ്റാണ്. അതാണ് തിയറി. അതായത് അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, നമ്മുടെ ഊഗമി എന്ന് പറയുന്ന മോസ്റ്റ് അഡ്വാൻസ്ഡ് ഫെർട്ടിലൈസേഷനെ, സെക്ഷൽ റീപ്രൊഡക്ഷനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുമ്പം ഊഗമി നമുക്കറിയാം ഫീമെയിൽ ഗമീറ്റ് നിർബന്ധമായിട്ട് നോൺ മൊട്ടൈലാണ്. പക്ഷേ മെയിൽ ഗമീറ്റ് നിറഞ്ഞ മൊട്ടയിലോ നോൺ മൊട്ടയിലോ ആകാം. അതുകൊണ്ട് മെയിൽ ഗമീറ്റ് നോർമലി മൊട്ടയിലായിട്ട് വരുന്ന കേസിലൊക്കെ നോ ഡൗട്ട് മെയിൽ ഗമീറ്റ് ഈസ് അപ്രോച്ചിങ് ഫീമെയിൽ ഗമീറ്റ് ത്രൂ ദ മീഡിയം ഓഫ് വാട്ടറാണ്. അതുകൊണ്ടാണ് ആ കേസിലൊക്കെ മെയിൽ ഗമീറ്റിന് ഫ്ലജല്ലയുണ്ട്. ഇനി മെയിൽ ഗമീറ്റ് കൂടെ നോൺ മൊട്ടയിലായിട്ട് വരുന്ന പ്ലാന്റ് ഗ്രൂപ്പിലൊക്കെ തീർച്ചയായിട്ടും മെയിൽ ഗമീറ്റ് ഫീമെയിലിൻ്റെ അടുത്തെത്തുന്നത് വാട്ടറിലൂടെ ഒന്നുമല്ല, അത് പോളൻ ട്യൂബിലൂടെയാണ്. അങ്ങനെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് റിക്വയർ വാട്ടർ ഫോർ ഗമീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ പ്ലാന്റ് ഗ്രൂപ്പ് വെയർ മെയിൽ ഗമീറ്റ് ഈസ് മൊട്ടൈൽ എന്നുള്ളതാണ്. സോ മെയിൽ ഗമീറ്റ് മൊട്ടൈലായിട്ട് വരുന്ന കേസിൽ ഒരു സംശയമില്ല, വാട്ടർ ഈസ് ദ മീഡിയം ത്രൂ വിച്ച് ഗമീറ്റ് ട്രാൻസ്ഫർ ഈസ് ഹാപ്പനിങ്. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ മെയിൽ ഗമീറ്റ് നോൺ മൊട്ടൈലായിട്ട് വരുന്ന കേസിൽ, മെയിൽ ഗമീറ്റ് നോൺ മൊട്ടൈൽ അങ്ങനെ വരുന്ന കേസിൽ വാട്ടറുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അവിടെ പോളൻ ട്യൂബ് എന്ന സ്ട്രക്ചറാണ് വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിന് 5 പ്ലാന്റ് ഗ്രൂപ്പ് എടുത്താൽ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പെം, ആൻജിയോസ്പെം. വി നോ ആദ്യത്തെ 3 പ്ലാന്റ് ഗ്രൂപ്പ് ആൽഗയിലും ബ്രയോഫൈറ്റിലും ടെറിഡോഫൈറ്റിലും നമുക്കറിയാം മെയിൽ ഗമീറ്റും മൊട്ടയിലാണ്. അപ്പോൾ അത് മൾട്ടി സെല്ലുലാർ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ആന്ത്രീഡിയത്തിൽ ഉണ്ടാകുന്നിടത്ത് മെയിൽ ഗമീറ്റിൻ്റെ പേരാണ് ആന്ത്രോസോയിഡ്. നമ്മൾ പഠിക്കുന്നുണ്ട് ബ്രയോഫൈറ്റിലും ടെറിഡോഫൈറ്റിലും ആന്ത്രോസോയിഡ്സ് മൊട്ടയിലാണ്. ബ്രയോഫൈറ്റിലാണെങ്കിൽ ആന്ത്രോസോയിഡ്സിന് 2 ഫ്ലജല, ടെറിഡോഫൈറ്റിൽ മോർ ദാൻ 2. ഇപ്പം മെയിൽ ഗമീറ്റ് മൊട്ടയിലായിട്ട് വരുന്ന പ്ലാന്റ് ഗ്രൂപ്പുകൾ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് ആണെങ്കിൽ ഒരു സംശയമില്ല ആ 3 പ്ലാന്റ് ഗ്രൂപ്പിൽ വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഗമീറ്റ് ട്രാൻസ്ഫർ. എന്നാൽ ജിംനോസ്പെമിൽ, ആൻജിയോസ്പെമിൽ എന്തുകൊണ്ട് വാട്ടർ ഗമീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഒരു മീഡിയം ആകുന്നില്ല? കാരണം അവിടെ മെയിൽ ഗമീറ്റും കൂടെ നോൺ മൊട്ടയിലാണ്. അപ്പോൾ അതുകൊണ്ട് വാട്ടർ ഗമീറ്റ് ട്രാൻസ്ഫറിന് അത്യാവശ്യമായിട്ട് വരുന്നത് മെയിൽ ഗമീറ്റ് മൊട്ടയിലായിട്ട് വരുന്ന കേസാണെങ്കിൽ അത് എവിടെയൊക്കെയാണ്? നോ ഡൗട്ട് ആൽഗെ, ബ്രയോഫൈറ്റ് ആൻഡ് ടെറിഡോഫൈറ്റ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. അടുത്ത് നോക്കൂ, മൊണേഷ്യസ് പ്ലാന്റ് പ്രിവെൻറ്റ്. അതിവിടെ എന്താണ് ഈ മൊണേഷ്യസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ? മൊണേഷ്യസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് പ്ലാന്റ് പൊസസ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ ആണ്, അല്ലേ? മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ. പ്ലാന്റ് പൊസസ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ. അതിനർത്ഥം ആ പ്ലാന്റിൻ്റെ ഫ്ലവർ യൂണിസെക്ഷലാണ്, പക്ഷേ ഇവിടെ പ്ലാന്റ് ബൈസെക്ഷലായി. അതാണ് അതിൻ്റെ പ്രത്യേകത. ശരിയല്ലേ? എന്തുകൊണ്ടാണ് പ്ലാന്റ് ബൈസെക്ഷൽ ആയത്? ഒരേ പ്ലാന്റിൽ തന്നെ മെയിൽ ഓർഗൻ്റെ ഫ്ലവർ, ഫീമെയിൽ ഓർഗൻ്റെ ഫ്ലവറും ഉണ്ട്. അപ്പോൾ ഫ്ലവർ യൂണിസെക്ഷനാണ്. ഫ്ലവർ 2 തിരിയുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ. എന്നിട്ട് ഇത് 2 കൂടെ ഒരു പ്ലാന്റ് വരുന്നതാണ് മൊണേഷ്യസ് പ്ലാന്റ്. അപ്പോൾ മൊണേഷ്യസ് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണ്? മൊണേഷ്യസ് പ്ലാന്റ് എന്ന് പറയുന്നിടത്ത് ഫ്ലവറുകൾ യൂണിസെക്ഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫ്ലവറിൽ തന്നെ നടക്കുന്ന പോളിനേഷനെ ഓട്ടോഗമി ഒരിക്കലും നടക്കില്ല. ഓട്ടോഗമി ഈസ് പ്രിവെൻറ്റ്. ഓട്ടോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലവറിൽ തന്നെയുള്ള സ്റ്റെയിമിൻ്റെ ആന്തറിൻ്റെ പോളങ്കരയും അതേ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ പോയി വീഴുക എന്നുള്ളതാണ്. അപ്പം മൊണേഷ്യസ് പ്ലാന്റിൻ്റെ ഫ്ലവറുകളിൽ സ്റ്റെയിമിനും കാർപ്പലോടും ഒരുമിച്ച് വരികയല്ല. അപ്പോൾ ഓട്ടോഗമി പ്രിവെൻറ്റഡ്. ഇനി അടുത്ത പോസിബിലിറ്റി ഗൈറ്റിനോഗമി. എന്നത് ഗൈറ്റിനോഗമി എന്ന് പറഞ്ഞാൽ? ഗൈറ്റിനോഗമി എന്ന് പറയുന്നത് പോളിനേഷൻ ബിറ്റ്വീൻ 2 ഫ്ലവേഴ്സ് ബട്ട് ബോൺ ഓൺ ദ സെയിം പ്ലാന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മൊണേഷ്യസ് പ്ലാന്റിൽ ഗൈറ്റിനോഗമി പ്രിവെൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇല്ല. കാരണം മൊണേഷ്യസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റിൽ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഇല്ല. അപ്പം തീർച്ചയായിട്ടും സെയിം പ്ലാന്റിൽ 2 ഫ്ലവർ തമ്മിൽ പോളിനേഷൻ നടക്കാം. ഓക്കെ, അപ്പോൾ മൊണേഷ്യസ് പ്ലാന്റിൽ
എന്ത് പോളിനേഷൻ നിർബന്ധമായിട്ട് പ്രിവെൻറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോഗമി ഒരിക്കലും നടക്കുകയില്ല, പക്ഷേ ഗൈറ്റനഗമിയോ വേണമെങ്കിൽ നടക്കാം. അപ്പം അതുകൊണ്ട് നോക്കുക ഇവിടെ ചോദ്യം, മൊണേഷ്യസ് പ്ലാന്റ് പ്രിവെൻറ്റ് ഓട്ടോഗമി ആൻഡ് ഗൈറ്റനഗമി. ഓട്ടോഗമി പ്രിവെൻറ്റ് ചെയ്യും, പക്ഷേ ഗൈറ്റനഗമി എന്നൊക്കെ പറയാൻ പറ്റുകയില്ല. ബോത്ത് ഗൈറ്റനഗമി ആൻഡ് സീനോഗമി ഒരിക്കലും വരികയില്ല. ഓട്ടോഗമി ബട്ട് നോട്ട് ഗൈറ്റനഗമി, ഇതല്ലേ ആൻസർ. അപ്പം എന്നതാ ഓട്ടോഗമി? ഓട്ടോഗമി ഈസ് ദ പോളിനേഷൻ വിതിൻ എ ഫ്ലവർ. ഒരു ഫ്ലവറിൻ്റെ സ്റ്റേമിൻ്റെ ആന്തറിൻ്റെ പുറത്തേക്ക് വരുന്ന പോളെങ്കിൽ സെയിം ഫ്ലവറിൻ്റെ കാർപ്പിലെ പോയി വീഴുന്നതാണ് ഓട്ടോഗമി എങ്കിൽ മൊണേഷ്യസ് പ്ലാന്റിൽ എന്തുകൊണ്ട് നടക്കില്ല? മൊണേഷ്യസ് പ്ലാന്റിലുള്ള ഫ്ലവറുകൾ യൂണിസെക്ഷലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫ്ലവറിൽ ഒരിക്കലും 2 സെക്സ് ഓർഗനുകൾ വരിക. ഇനി ഗൈറ്റനഗമി എന്തുകൊണ്ട് പ്രിവെൻറ്റ് ചെയ്യപ്പെടുന്നില്ല? ഗൈറ്റനഗമി എന്ന് പറയുന്നത് പോളിനേഷൻ ബിറ്റ്വീൻ ഫ്ലവേഴ്സാണ്, ബോൺ ഓൺ ദ സെയിം പ്ലാന്റ്. അപ്പോൾ മൊണേഷ്യസ് പ്ലാന്റിൽ മെയിൽ ഓർഗനും ഫീമെയിൽ ഓർഗനുമുള്ള സെപ്പറേറ്റ് ഫ്ലവറുകളുണ്ടല്ലോ, അപ്പോൾ ഒരു പ്ലാന്റിലെല്ലാം നടക്കുക. അപ്പോൾ അതുകൊണ്ട് ഗൈറ്റനഗമി പ്രിവെൻറ്റ് ചെയ്യില്ല, പക്ഷേ ഓട്ടോഗമി ഡെഫിനറ്റ്ലി പ്രിവെൻറ്റ് ചെയ്യും. സോ ഓപ്ഷൻ 3. ഓക്കെ, അടുത്തത് നോക്കി, ആന്തർവാൾ കൺസിസ്റ്റ് ഓഫ് 4 വാൾ ലേയേഴ്സ്. അപ്പോൾ ഇത് ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്കാണ് വരേണ്ടത്. ആന്തർവാൾ ലേയേഴ്സ്. അപ്പോൾ ഇതിനകത്ത് സെൻറ്റൻസ് വായിക്കുന്നതിന് മുമ്പ് ഓർത്ത് നോക്കി, ആന്തർവാൾ ലേയേഴ്സ്. ആന്തർവാൾ എന്ന് പറയുമ്പം ഓൾറെഡി ഉള്ള എപ്പിഡെർമിസും കൂടെ ചേർത്ത് 4 ലെയറാണ് വരിക അല്ലേ. അത് പെരിഫറിനകത്തോട്ട് പറയുമ്പം എപ്പിഡെർമിസ്, അതിൻ്റെ അകത്തേക്ക് എൻഡോത്തീഷ്യം, അതിൻ്റെ അകത്തേക്ക് മിഡിൽ ലെയേഴ്സ്. ഇപ്പോൾ ഇത് മൾട്ടി ലെയറഡാണ്, മിഡിൽ ലെയേഴ്സ്. ഏറ്റവും അകത്ത് ടപ്പീറ്റം. അപ്പോൾ ടപ്പീറ്റം ഈസ് ഇന്നർ മോസ്റ്റ്, ഇസ് ഇറ്റ്? ഇനി അത് ഓരോന്നും വായിച്ച് നോക്കുക. ടപ്പീറ്റം ലൈസ് ജസ്റ്റ് ഇന്നർ ടു എൻഡോത്തീസിയം. ടപ്പീറ്റം എൻഡോത്തീഷ്യത്തിൻ്റെ ജസ്റ്റ് ഇന്നർ ആണോ? അല്ലല്ലോ, അതല്ല. മിഡിൽ ലെയേഴ്സ് ലൈസ് ബിറ്റ്വീൻ എൻഡോത്തീഷ്യം ആൻഡ് ടപ്പീറ്റം. മിഡിൽ ലെയേഴ്സ് ലൈസ് ബിറ്റ്വീൻ എൻഡോത്തീഷ്യം ആൻഡ് ടപ്പീറ്റം. ഇത് ശരിയാണല്ലോ. യെസ്. അടുത്ത നോക്കിയേ, എൻഡോത്തീഷ്യ ലൈസ് ഇന്നർ ടു മിഡിൽ ലെയർ. അല്ല, എൻഡോത്തീഷ്യ ഔട്ടർ ടു മിഡിൽ ലെയർ ആണ്. ടപ്പീറ്റം ലൈസ് നെക്സ്റ്റ് ടു എപ്പിഡെർമിസ്. ഭയങ്കര തെറ്റ്. ടപ്പീറ്റം ഒത്തിരി എപ്പിഡെർമിസ് ആകുന്നതാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതേ ഉള്ളൂ? മിഡിൽ ലെയേഴ്സ് ലൈസ് ബിറ്റ്വീൻ എൻഡോത്തീഷ്യം ആൻഡ് ടപ്പീറ്റം. ഓക്കെ, യെസ്. അടുത്തത്, ഫിലിഫോം അപ്പാരറ്റസ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്. ഫിലിഫോം അപ്പാരറ്റസ് എവിടെയാണ്? നമുക്കറിയാം, ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുന്ന എംബ്രിയോസ് ആക്കി എടുത്താൽ, ഇപ്പോൾ ഇത് മൈക്രോപെയിലാറെൻറ്റും ഇത് ചലാസലൻറ്റും ആണെങ്കിൽ, ഇപ്പോൾ എൻസിആർടി ബുക്കിൽ നേരെ തിരിച്ച് വരച്ചിരിക്കുന്ന കാരണം ആൻജിയോസ്പെമിൻ്റെ ഓവിയോൾ അനാട്രോപ്പോസ് ഓവിയോളാണ്. അപ്പോൾ മൈക്രോപെയിലാർ നിങ്ങൾ താഴേക്കാണ് നിൽക്കുക. ഞാനത് നൂർത്ത് വരച്ചെന്നേ ഉള്ളൂ. അവിടെ ഞാൻ പോളാരിറ്റി ഇവിടെ കറക്റ്റ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മൈക്രോപെയിലാറിൻ്റെ കാണുന്ന ഒരു എഗ്ഗ്, 2 സൈനർജിറ്റ്, പിന്നെ ചലാസലൻറ്റിൽ കാണുന്ന 3 ആൻറ്റിപോഡൽ, ഇതെല്ലാം യൂണിന്യൂക്ലിയറ്റ്, പിന്നെ സെൻട്രൽ സെല്ലിൽ 2 ന്യൂക്ലിയസ് അല്ലേ. ഇതാണ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. അതിനകത്ത് ഇതാണല്ലോ എഗ്ഗ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ എഗ്ഗൊക്കെ ഇരിക്കുന്ന ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിലേക്ക് പോളൻ ട്യൂബ് കടന്നു വരുമ്പോൾ ആ പോളൻ ട്യൂബിനെ ഇൻവൈറ്റ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സെല്ലാണ് സൈനർജിറ്റ്. നമുക്കറിയാം, ഇതിനകത്ത് ഇങ്ങനെ ഒരു ഫിംഗർ ലൈക്ക് ഇൻഫോൾഡിങ്സ് ഉണ്ട് അല്ലേ. ഈ ഫിംഗർ ലൈക്ക് ഇൻഫോൾഡിങ്ങിന് പറയുന്ന പേരാണല്ലോ, വാട്ട് ഈസ് ഇറ്റ്? ഫിലിഫോം അപ്പാരറ്റസ്. ഇപ്പുറത്തെ സെല്ലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പോളൻ ട്യൂബിനെ ഗാമിറ്റോഫൈറ്റിലേക്ക് ആനയിക്കാനായിട്ടുള്ള ചില കെമിക്കൽസുകളൊക്കെ സെക്രീറ്റ് ചെയ്യുന്ന ഫിംഗർ ലൈക്ക് ഇൻഫോൾഡിങ്സ് ആയി ഫിലിഫോം അപ്പാരറ്റസ്. സസ്പെൻസറിൻ്റെ ഭാഗമല്ല, എഗ്ഗിൻ്റെ ഭാഗമല്ല, ഡെഫിനറ്റ്ലി സൈനർജിറ്റ്സ് ഓഫ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് ഈ കോട്ടിലിഡൺ ഓഫ് മെയ്സ് ഗ്രെയിൻ ഈസ് കോൾഡ്. നല്ല ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്, ഐ തിങ്ക് നമ്മൾ ഡൈക്കോട്ടിൻ്റെയും മോണോക്കോട്ടിൻ്റെയും എംബ്രിയോ എടുക്കുമ്പോൾ ആ എംബ്രിയോയുടെ പ്രൈമറി ആക്സിസിൻ്റെ ഓൾമോസ്റ്റ് നടുക്ക് കോട്ടിലിഡൺ ഉണ്ട് അല്ലേ. ഡൈക്കോട്ടിൽ കോട്ടിലിഡൻസ് 2 എണ്ണമാണ്, അതിന് പ്രത്യേകം പേരൊന്നുമില്ല. പക്ഷേ മോണോക്കോട്ടിലേക്ക് വരുമ്പോൾ ടൈജലത്തെ കാണുന്ന കോട്ടിലിഡൻ, ഇതിപ്പോൾ ടൈജലം അല്ലെങ്കിൽ എംബ്രിയോണൽ ആക്സിസ് ആണെങ്കിൽ അതിൻ്റെ ഓൾമോസ്റ്റ് നടുക്കായിട്ട് ദസ് എ കോട്ടിലിഡൻ വിത്ത് എ ഷീൽഡ് ഷേപ്പ്. അപ്പോൾ അത് ഗ്രാസ് ഫാമിലി വരുന്നതാണ് മെയ്സ് ഒക്കെ. മോണോക്കോട്ടിൽ ഓൾ ടുഗദർ പ്രത്യേകിച്ച് ഗ്രാസ് ഫാമിലിയിൽ ദി സിംഗിൾ കോട്ടിലിഡൺ ഈസ് ഹാവിങ് എ ഫാന്റാസ്റ്റിക് ഷീൽഡ് ഷേപ്പ്. അപ്പോൾ ഇതിന് സ്പെസിഫിക്കലി പറയുന്ന പേരല്ല എന്താണ്? സ്കൂട്ടല്ലം. അപ്പം മെയ്സ് എന്ന് പറയുന്നത് ഗ്രാസ് ഫാമിലി വരുന്നതാണ്. ഗ്രാസ് ഫാമിലി ഈസ് എ മോണോക്കോട്ട്. അപ്പോൾ മോണോക്കോട്ടിൽ കോട്ടിലിഡൻ്റെ പേരെന്താണെന്ന് അർത്ഥമുള്ളൂ. അപ്പോൾ എന്താണത്? സ്കൂട്ടല്ലം. ബാക്കിയൊക്കെ എന്താണ്? പ്ലുമ്യൂൾ എന്ന് പറയുന്നത് ഡൈക്കോട്ടിൽ മോണോക്കോട്ടിലേക്ക് ഷൂട്ടായിട്ട് മാറാനുള്ള എംബ്രിയോണൽ ആക്സിസിൻ്റെ ടിപ്പ്.
കോളിയോറൈസ മോണോകോട്ടിൻ്റെ റാഡിക്കിളിനെ പൊതിഞ്ഞ് കാണുന്ന ഷീത്ത്, കോളിയോപ്റ്റിൽ പ്രിമ്യൂഡിനെ പൊതിഞ്ഞ് കാണുന്ന ഷീത്ത് അല്ലേ. ഇപ്പോൾ ഇത് മോണോകോട്ട് എംബ്രിയോ ആണെങ്കിൽ ഇവിടെ കാണുന്ന ഷീത്താണ് കോളിയോറൈസ, ഇവിടെ കാണുന്ന ഷീത്ത് കോളിയോപ്റ്റൈൽ. ഓക്കെ, അപ്പോൾ ആൻസർ സ്കൂട്ടല്ലം. അടുത്ത് നോക്കൂ, വാട്ട് വുഡ് ബി ദ നമ്പർ ഓഫ് ക്രോമസോം ഓഫ് ദി അലിറോൺ സെൽസ് ഓഫ് എ പ്ലാന്റ് വിത്ത് 42 ക്രോമസോം ഇൻ ഇറ്റ്സ് റൂട്ട് ടിപ്പ് സെൽസ്. അപ്പോൾ ചോദ്യം, റൂട്ട് ടിപ്പ് സെൽസിൽ 42 ക്രോമസോം, അങ്ങനെയാണെങ്കിൽ അലിറോൺ ലെയറിൽ ക്രോമസോം നമ്പർ എത്ര? അതായത് എന്നത് അലിറോൺ ലെയർ എന്ന് പറഞ്ഞാൽ അലിറോൺ സെൽസ് എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ് ഈസ് ദി ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് എൻഡോസ്പേം ഓഫ് മോണോകോട്ട് സീഡാണ് അല്ലേ. മോണോകോട്ട് സീഡിൻ്റെ എൻഡോസ്പേമിൻ്റെ ഔട്ടർമോസ്റ്റ് ലെയറിനെയാണ് നമ്മൾ അലിറോൺ ലെയർ എന്ന് പറയുക. അതിൻ്റെ ഒരു സെല്ലാണ് അലിറോൺ സെൽ. ഇനി നമുക്കറിയാം ഡൈക്കോട്ടാണെങ്കിലും മോണോകോട്ടാണെങ്കിലും എൻഡോസ്പേം എന്ന് പറയുന്നത് ഫോംഡ് ബൈ ട്രിപ്പിൾ ഫ്യൂഷൻ ആണെങ്കിൽ എൻഡോസ്പേമിനകത്ത് നമ്പർ എങ്ങനെ വരണം? 3n. അപ്പം അലിറോൺ സെൽസിൻ്റെ അകത്ത് ക്രോമസോം നമ്പർ 3n വരണം. ഇനി പറഞ്ഞിരിക്കുന്നു ഈ പ്ലാന്റിൽ റൂട്ട് ടിപ്പിൽ ക്രോമസോം നമ്പർ 42. നമുക്കറിയാം റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് എന്നൊക്കെ പറയുന്ന സ്പോറോഫൈറ്റിൻ്റെ ഭാഗമാണ്. സ്പോറോഫൈറ്റിൻ്റെ ഓരോ സെൽസിനും ക്രോമസോം നമ്പർ എത്രയാണ്? 2n ആണ് അല്ലേ. അപ്പം റൂട്ട് ടിപ്പിൽ ക്രോമസോം നമ്പർ 42 എന്ന് പറയുമ്പം അത് 2n നമ്പർ അല്ലേ? യെസ്. അപ്പോൾ ഇതിൻ്റെ n നമ്പർ എത്രയാ? സോ n നമ്പർ എന്ന് പറയുന്നത് 21 അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അലിറോൺ ലെയറിൽ 3n കാണുമ്പോൾ 21 × 3 എത്ര വരണം? 63 വരണ്ടേ? യെസ്, ആൻസർ ഈസ് 63. അപ്പം റൂട്ട് ടിപ്പിൽ ക്രോമസോം നമ്പർ 42 എന്ന് പറയുമ്പോൾ അത് 2n നമ്പർ ആണെന്ന് ഓർമ്മയുണ്ടാകണം. അലിറോൺ സെൽസ് എന്ന് പറയുമ്പം എൻഡോസ്പേമിൻ്റെ ഭാഗമാണ്, അത് 3n ആണെന്ന് ഓർമ്മയുണ്ടാകണം. അപ്പോൾ റൂട്ട് ടിപ്പിൽ ക്രോമസോം നമ്പർ 42 ആണെങ്കിൽ അതിൽ നിന്ന് n നമ്പർ കണ്ടുപിടിക്കുന്നു 21, അലിറോൺ ലെയറിൽ 3n, ദാറ്റ് ഈസ് 63. നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. അടുത്ത സ്ട്രാറ്റജീസിൽ നിന്നുമാണ്. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ്. നമ്മൾ പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പഠിക്കുന്ന 3 കാര്യങ്ങളിൽ എൻസൈറ്റിഫിക് ഓർഡറിൽ ആദ്യം കിടക്കുന്നത് നമുക്കറിയാം ഡിസീസ് റെസിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ, സെലക്ഷൻ, മ്യൂട്ടേഷൻ ബ്രീഡിങ് പോലെയുള്ള മെത്തേഡ്സിലൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് ഓഫ് സം പ്ലാന്റ്സ്, അത് നമുക്ക് ഒരു കോളത്തിൽ കിടപ്പുണ്ട് ബോക്സിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്ലാന്റ്സിൻ്റെ പേരും മോഡിഫൈഡ് വെറൈറ്റീസുമാണ് കൊടുത്തിരിക്കുന്നത്, കോറിലേറ്റ് ചെയ്യാണ്. അപ്പോൾ നോക്കാം, വീറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട അല്ലേ, വീറ്റിൻ്റെ ഫണ്ടാസ്റ്റിക് വെറൈറ്റിയാണ് ഹിമഗിരി അല്ലേ. ഇപ്പോൾ നമ്മൾ ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ മെത്തേഡിലൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഡിസീസ് റെസിസ്റ്റൻ്റ് വെറൈറ്റി ഹിമഗിരി എന്ന് പറയുന്ന വീറ്റിൻ്റെ വെറൈറ്റിയാണ്. അപ്പം A matches 3 വരണം. അപ്പോൾ തന്നെ ആൻസർ ആയി കഴിഞ്ഞു, A3. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ബാക്കിയൊക്കെ ശരിയാണോ നോക്കുക. ബ്രാസിക്ക തീർച്ചയായിട്ടും പ്യൂസ സ്വർണിം, കൗപ്പി തീർച്ചയായിട്ടും പ്യൂസ കോമൾ, ചില്ലി പ്യൂസ സഡബഹാർ. അപ്പോൾ നമ്മൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ഒരെണ്ണം കോറിലേറ്റ് ചെയ്യാൻ കാണും. സാധാരണ അങ്ങനെ കോറിലേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ചിലപ്പോൾ ഒന്നേ കാണുകയുള്ളൂ. അപ്പോൾ ഏറ്റവും ഫേമസ്, ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഉറപ്പുള്ള ഒരെണ്ണം കോറിലേറ്റ് ചെയ്ത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂവെങ്കിൽ നമ്മൾ പിന്നെ ബാക്കി എന്തിനു സമയം കളയണം, അത് ആൻസർ ആക്കുക. ഓക്കെ, പിന്നെ ആൻസർ ആക്കിയിട്ട് ബാക്കി ഒന്ന് ചെക്ക് ചെയ്തേക്കുക എന്ന് മാത്രം. ഇപ്പോൾ ഇവിടെ കണ്ടോ, വീറ്റ്, ഇതിനകത്ത് ഏറ്റവും ഫേമസ് വീറ്റാണ്. വീറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട വെറൈറ്റി ഹിമഗിരി. അപ്പം A3 ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ആൻസർ ആയി കഴിയും. ഓക്കെ, അടുത്ത് നോക്കിയേ, കരൻഡ്രായ്, ദ വെറൈറ്റി ഓഫ് ബ്രാസിക്ക റെസിസ്റ്റൻറ്റ് ടു. കരൻഡ്രായ് ബ്രാസിക്കയുടെ വെറൈറ്റിയാണ്. ഓക്കെ, അപ്പോൾ അതിന് പ്യൂസ ഗൗരവം എന്നൊക്കെ പറയുക. അതായത് അതിൻ്റെ ആൻസർ തീർച്ചയായിട്ടും വൈറ്റ് റസ്റ്റ്, ഡയറക്റ്റ് ആൻസറാണ്. വൈറ്റ് റസ്റ്റിനോട് റെസിസ്റ്റൻ്റ് ആണ് കരൻഡ്രായ്. ഓക്കെ, യാ. അടുത്തത്, then a culture which contains an explant with a pre-existing shoot meristem is called. നല്ല ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലാന്റ്, നമ്മളൊക്കെ എന്നാ എക്സ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൻ്റെ ഏത് ഭാഗമാണ് മീഡിയത്തിൽ നമ്മൾ കൾച്ചർ ചെയ്യുക, അത് എക്സ്പ്ലാന്റ് ആണ്. ആ എക്സ്പ്ലാന്റിൻ്റെ അകത്ത് ഓൾറെഡി ഒരു മെരിസ്റ്റം ഉള്ളത് ഇതിനകത്ത് ഏതാണ്? അപ്പോൾ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, വാട്ട് ഇസ് ഇറ്റ്? മെരിസ്റ്റം കൾച്ചർ. അപ്പോൾ നമ്മുടെ മെരിസ്റ്റം കൾച്ചർ പറയുമ്പോൾ നമുക്ക് അതിനകത്ത് എൻട്രൻസ് ആംഗിളിൽ പ്രധാനപ്പെട്ട കാര്യം മെരിസ്റ്റം കൾച്ചറിൻ്റെ ആപ്ലിക്കേഷനാണ്. എന്താ മെരിസ്റ്റം കൾച്ചറിൻ്റെ ആപ്ലിക്കേഷൻ? ഫോർമേഷൻ ഓഫ് വൈറസ് ഫ്രീ പ്ലാന്റ്. അതായത് ഒരു പ്ലാന്റിനെ വൈറസ് ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വൈറസിൻ്റെ മെരിസ്റ്റം ഒഴിച്ച് ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും വൈറസ് കാണും. ഇപ്പോൾ മെരിസ്റ്റത്തിൽ വൈറസ് കാണാതിരിക്കാനുള്ള 2 കാരണം നമുക്കറിയാം. ഒന്ന്, മെരിസ്റ്റത്തിനകത്ത് ഫോം ചെയ്യുന്ന ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിൻ വൈറൽ മൾട്ടിപ്ലിക്കേഷനെ തടയും. 2, വൈറസ് പ്ലാന്റ് ബോഡി സഞ്ചരിക്കുന്ന മെയിൻ മീഡിയം ഫ്ലോയം ആണ്. അപ്പം മെരിസ്റ്റമാറ്റിക് ഏരിയയിൽ പെർമനൻറ്റ് വരികയല്ലോ. അപ്പോൾ ഫ്ലോയം അവിടെ ഇല്ലാത്തത് കൊണ്ട് വൈറസ് കാണുക. അപ്പം ഓക്സിൻ്റെ പ്രസൻസ് കൊണ്ട്, ഫ്ലോയത്തിൻ്റെ ആബ്സെൻസ് കൊണ്ട് മെരിസ്റ്റം ഈസ് ഫ്രീ ഫ്രം വൈറസ്.
അപ്പോൾ ഒരു പ്ലാന്റിനെ വൈറസ് അറ്റാക്ക് ചെയ്താൽ വൈറസ് ഇല്ലാത്ത ഒരു സ്ഥലം മെരിസ്റ്റമാണ്. അപ്പോൾ വൈറസ് ഫ്രീ പ്ലാന്റ് എടുക്കാനുള്ള മാർഗ്ഗം ഈ മെരിസ്റ്റം കൊണ്ടേ കൾച്ചർ ചെയ്യുക. ഓക്കെ, അപ്പം എക്സ്പ്ലാന്റിൻ്റെ അകത്ത് ഓൾറെഡി ഒരു മെരിസ്റ്റമുള്ള എക്സ്പ്ലാന്റ്, അത് മെരിസ്റ്റം കൾച്ചറാണ്. ഓക്കെ, അടുത്തത് എമാസ്കുലേഷൻ മീൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ ജെനറ്റിക്സുമായിട്ടും സ്ട്രാറ്റജീസുമായിട്ടും ബന്ധമുള്ള കാര്യമാണ്. അതായത് സെൽഫ് പോളിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ക്രോസ് പോളിനേഷൻ ഇമ്പോസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് മറ്റേണിറ്റിയും തീരുമാനിക്കാം. അല്ലെങ്കിൽ മെയിൽ പേരൻറ്റ് ഫീമെയിൽ പേരൻറ്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫീമെയിൽ പേരൻറ്റ് മെയിൽ പേരൻറ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന രണ്ട് പരിപാടിയാണ് ഈ ഇമാസ്കുലേഷനും ബാഗിങ്ങും. അപ്പം അതിനെ തന്നെ ഇമാസ്കുലേഷൻ ബൈസെക്ഷൽ ഫ്ലവറിൻ്റെ മെയിൽ ഓർഗനൈസ് സ്റ്റേമിനെ കട്ട് ചെയ്ത് കളയുക. ഇപ്പോൾ ഇമാസ്കുലേഷൻ നടന്നു കഴിയുമ്പം ആ ഫ്ലവർ എന്ത് പേരൻ്റായി? ഫീമെയിൽ പേരൻ്റായി. അതുകൊണ്ടാണ് പറയുക ഇമാസ്കുലേഷൻ ഫിക്സസ് ദി മറ്റേണിറ്റി ഓഫ് ദി ക്രോസ്. മറ്റേണിറ്റി, മദർഹുഡ്, മാതൃത്വം. നമ്മുടെ സെയിം ഫ്ലവറിനെ നമ്മൾ പോളിത്തീൻ ബാഗ് കൊണ്ട് കവർ ചെയ്യുന്ന പരിപാടിയാണ് ബാഗിങ്. ബാഗ് ചെയ്തിട്ടാണ് നമ്മൾ വേറൊരു പ്ലാന്റിൻ്റെ ഫ്ലവർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആന്ത്രയിൽ നിന്ന് പോളങ്കലിൻ കൊണ്ടുവരുന്നു, ബാഗ് കഴിക്കുന്നു, ഈ പോളങ്കലിൻ സ്റ്റിഗ്മ ഡസ്റ്റ് ചെയ്യുന്നു, വീണ്ടും റീബാഗ് ചെയ്യുന്നു. ഇത്രയും ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് പറയാൻ സാധിക്കുക ദ പ്ലാന്റ് ഫ്രം വിച്ച് വി കളക്റ്റഡ് ദ പോളങ്കലിൻ ഈസ് ദ മെയിൽ പേരൻറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബാഗിങ് നമ്മൾ ചെയ്യുന്നത് ഇമാസ്കുലേഷൻ ഓഫ് ദി ഫ്ലവറിൽ തന്നെയാണെങ്കിലും ബാഗിങ്ങിൻ്റെ പർപ്പസ് എന്താണ്? മെയിൽ പേരൻറ്റിനെ ഉറപ്പാക്കുക. അതുകൊണ്ട് ഓർക്കുക, ഇമാസ്കുലേഷൻ ഫോർ ഡിറ്റർമിനിങ് മറ്റേണിറ്റി ഓഫ് ദി ക്രോസ്, ബാഗിങ്, പറ്റേണിറ്റി. ഇപ്പോൾ ഇവിടെ ചോദ്യം ഇതൊന്നുമില്ല, ഇമാസ്കുലേഷൻ്റെ അർത്ഥം എന്താണ്? നോ ഡൗട്ട് റിമൂവൽ ഓഫ് മെയിൽ ഓർഗൻ. വാട്ട് ഇസ് ഇറ്റ്? ആന്തേഴ്സ്. അപ്പോൾ അതെന്തിനു വേണ്ടിയാണ്? ടു ഡിറ്റർമിൻ ദ ഫീമെയിൽ പേരൻറ്റ്. ഓക്കെ, യെസ്. അടുത്തത് ദ പ്രോട്ടീന ഇസ് എ മെയ്സ് വെറൈറ്റി വിച്ച് ഡസ് നോട്ട് ഹാവ് എ ഡെഫിഷ്യൻസി ഓഫ്. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രോട്ടീന ഇസ് എ മെയ്സ് വെറൈറ്റി വിച്ച് ആർ റിച്ച് ഇൻ. എന്നോട് വായിക്കാൻ പോലെ. അപ്പോൾ നമുക്കറിയാം ബ്രീഡിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് നമ്മൾ പറയുമ്പം മൂന്നാമത്തെ പോയിന്റ് NCERT ബുക്കിൽ കിടക്കുന്നത് ബയോ ഫോർട്ടിഫിക്കേഷൻ. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ അത് മൂന്നാമത് പറയുന്നെങ്കിലും ശരിക്കും പറഞ്ഞാൽ അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലേ? ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പം ബ്രീഡിങ് മെത്തഡ് ഒബ്ജക്റ്റീവ് ഓഫ് ഇംപ്രൂവിങ് ന്യൂട്രിയൻ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റിയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ന്യൂട്രിയൻ ക്വാളിറ്റി വിത്ത് റെസ്പെക്ട് ടു പ്രോട്ടീൻ ആൻഡ് ഓയിലാണ്. അതിനകത്ത് തന്നെ ഒന്നാം സ്ഥാനത്ത് വരുന്നത് തീർച്ചയായിട്ടും പ്രോട്ടീൻ ക്വാളിറ്റിയാണ്. എന്താണ് ഈ പ്രോട്ടീൻ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ? എസെൻഷ്യൽ അമിനോ ആസിഡുകൾ ധാരാളം അടങ്ങിയ പ്രോട്ടീൻസുകളുള്ള ഗ്രെയിൻ വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പ്രോട്ടീൻ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് 8 എണ്ണം ഉണ്ട്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഈ ലൈസീൻ. അപ്പം ഹ്യൂമൻ ബീങ്ങിൻ്റെ സ്റ്റേപ്പിൾ ഫുഡ് എന്നറിയപ്പെടുന്ന സീരിയൽസിനകത്ത് വീറ്റിൻ്റെ മെയ്സിൻ്റെ ഒക്കെ പ്രോട്ടീൻ ക്വാളിറ്റിയുള്ള പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൽ വീറ്റിൻ്റെ വെറൈറ്റിയാണ് NCERT ബുക്കിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത് അറ്റ്ലസ് 66. മെയ്സിൻ്റെ വെറൈറ്റി ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ എല്ലാം എടുത്ത് പറയുന്നില്ല. എങ്കിലും മെയ്സിൻ്റെ വെറൈറ്റീസായിട്ട് പറയുന്ന 2-3 ഈ പ്രോട്ടീന, ശക്തി, റത്തൻ എക്സെട്ര. അപ്പം മെയ്സിൻ്റെ പ്രോട്ടീൻ ക്വാളിറ്റി നല്ലതുപോലെയുള്ള ചില വെറൈറ്റീസ്, അതാണ് പ്രോട്ടീന, ശക്തി, റത്തൻ എക്സെട്ര. അതിനകത്ത് പ്രോട്ടീനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം പ്രത്യേകത പ്രോട്ടീൻ ക്വാളിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റായ ലൈസീൻ എന്ന് പറയുന്ന എസെൻഷ്യൽ അമിനോ ആസിഡ് ഇതിനകത്ത് റിച്ച് ആണെന്നുള്ളതാണ്. അപ്പം ലൈസീൻ റിച്ച് ആയിട്ടുള്ള ചില വെറൈറ്റീസാണ് ഈ പ്രോട്ടീന, ശക്തി, റത്തൻ. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രോട്ടീനൈസ് മൈസ് വെറൈറ്റി വിച്ച് ഡസ് നോട്ട് ഹാവ് ഡെഫിഷ്യൻസി ഓഫ്. ഏതാ? തീർച്ചയായിട്ടും ലൈസീൻ നല്ലപോലെ ഉള്ളതാണ്. അപ്പം ഡെഫിഷ്യൻസി വരുമോ? ഇല്ല. ഓക്കെ, യെസ്. അടുത്തത് നോക്കി ഇമ്പോർട്ടൻസ് ഓഫ് 1900 ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ജെനറ്റിക്സ്. ജെനറ്റിക്സിൻ്റെ ചരിത്രത്തിൽ 1900 പ്രാധാന്യം എന്താണ്? അപ്പോൾ മെൻഡലിൻ്റെ കാലവുമായിട്ട് ബന്ധപ്പെട്ട അല്ലേ? എന്താണ് പ്രാധാന്യം? നമുക്കറിയാം മെൻഡൽ പരീക്ഷണങ്ങൾ ചെയ്ത് റിസൾട്ട് പബ്ലിഷ് ചെയ്ത വർഷം 1865. പക്ഷേ 65 പബ്ലിഷ് ചെയ്തപ്പോൾ നമുക്കറിയാം ചില കാരണങ്ങളാൽ ലോകം വന്നത് അറിഞ്ഞില്ല. മെയിൻ കാരണം ചാൾസ് ഡാർവിൻ്റെ എവല്യൂഷൻ്റെ ഐഡിയ ഒക്കെ വന്ന സമയം, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട്, പിന്നെ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ, പിന്നെ കമ്മ്യൂണിക്കേഷൻ കുറവ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മെൻഡൽ മരിക്കുന്നു. ഇപ്പം മെൻഡൽ മരിക്കുന്നതിന് വരെയൊന്നും ഈ കഥ ലോകം അത്ര കാര്യമായിട്ട് അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞാണ് നമുക്കറിയാം 3 രാജ്യത്തുള്ള ഇൻഡിപെൻഡൻറ്റ് വർക്കിലൂടെ 3 സയൻറ്റിസ്റ്റുകൾ അവരുടെ കോൺട്രിബ്യൂഷൻ വഴിയാണ് 1900 മെൻ്റലിസം റീഡിസ്കവർ ചെയ്യപ്പെടുക. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മെൻ്റൽ കാര്യങ്ങളൊക്കെ പണ്ടേക്കും വേണ്ടി എഴുതി വെച്ചാലും ലോകം അത് ശരിക്കും പറഞ്ഞത് 1900 ത്രൂ ദ ഹെൽപ്പ് ഓഫ് 3 സയൻറ്റിസ്റ്റ്. ആരൊക്കെയായിരുന്നു? കാൾ കോറൻസ്, ഹ്യൂഗോ ഡിവറീസ്, എറിക് വാൻ ഷെർമാക്. അങ്ങനെയാണെങ്കിൽ
1900 പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, റീഡിസ്കവറി ഓഫ് മെൻ്റലിസം. ബാക്കിയൊക്കെ ജനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്ന സംഭവങ്ങൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ വർഷമൊക്കെ എന്ന് ഓർത്താൽ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് ഇൻ പീ പ്ലാന്റ് ഏത് വർഷമായിരുന്നു? അത് 1856 സ്റ്റാർട്ടിങ്. ഓക്കെ, പബ്ലിഷ്മെൻറ്റോ 1865. ക്രോമസോം തിയറി ഏത് വർഷമായിരുന്നു? 1902 ബൈ സട്ടൺ ആൻഡ് ബോബറി. ഓക്കെ, റീഡിസ്കവറി മാത്രം നടന്ന വർഷം 1900. അതാണല്ലോ ചോദ്യം. അപ്പം 900-ൻ്റെ പ്രാധാന്യം, റീഡിസ്കവറി ഓഫ് മെൻ്റലിസം. എത്ര പേര് ചേർന്നായിരുന്നു? 3. ആരൊക്കെ? കാൾ കോറൻസ്, ഹ്യൂഗോ ഡിവറിസ് ആൻഡ് എറിക് വാൻ ഷെർമാൻ. ഓക്കെ, യെസ്. അടുത്തത്, യെസ്. ഹൗ മെനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫീനോടൈപ്സ് ആൻഡ് ജീനോടൈപ്സ് ആർ പോസിബിൾ ഇൻ ദി ഓഫ്സ്പ്രിംഗ് ഫോംഡ് ബൈ ദ മേറ്റിംഗ് ബിറ്റ്വീൻ 2 പേരൻസ്? അപ്പോൾ ചോദ്യം ഇതാണ് പേരൻസ്. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, ക്യാപിറ്റൽ വൈ, സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, ക്യാപിറ്റൽ ടി, സ്മോൾ ടി. അപ്പം ഇവർ വഴിയുണ്ടായ ഓസ്പ്രിങ്സ്, ഇതിൻ്റെ എണ്ണം ചോദിച്ചിട്ടില്ല, പക്ഷേ ഈ ഓസ്പ്രിങ്സുകൾ, ഈ ഉണ്ടാകുന്ന ഓസ്പ്രിങ്സുകൾ എത്ര ഡിഫറെൻറ്റ് ടൈപ്പ് ഫീനോടൈപ്പുകളാണ്, ജീനോടൈപ്പുകളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈ ആപ്ലിക്കേഷൻ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് തിയറി അറിയാമെന്ന് വിചാരിക്കുന്നു. 2 പേരൻസ് മേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓസ്പ്രിങ്സുകൾ എത്ര ഡിഫറെൻറ്റ് ഫീനോടൈപ്പാണ്, ജീനോടൈപ്പാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു നിയമമുണ്ട്. മേറ്റിങ്ങിൽ പങ്കെടുക്കുന്ന 2 പേരൻസിൻ്റെ ജീനോടൈപ്പ് ഒരുപോലെ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 2 പേരൻസിന് ഹെട്രോസൈഗസ് പെയറിൻ്റെ എണ്ണം ഒരുപോലെ ആയിരിക്കണം. ഇതിപ്പോൾ അങ്ങനെയാണ്. ഇനി 2 പേരൻസിൻ്റെയും ജീനോടൈപ്പുകൾക്ക് ഡിഫറൻസ് ഉണ്ടെങ്കിൽ സിമിലാരിറ്റി ആണെങ്കിലും ശരി, നമ്പർ ഓഫ് ഓസ്പ്രിങ് കണ്ടുപിടിക്കാം. പക്ഷേ അത് എത്ര ജീനോടൈപ്പാണെന്ന് ഫീനോടൈപ്പാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ സിമിലാരിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓസ്പ്രിങ്ങിൻ്റെ എണ്ണം ആദ്യം ഒന്ന് നോക്കാം. ഇവരുടെ മേറ്റിങ്ങിലുണ്ടാകുന്ന ഓസ്പ്രിങ് എത്രയായിരിക്കും? ഒരു സംശയമാകെ 64 പേര് വരും. എങ്ങനെ 64 പേര്? എങ്ങനെ ഓസ്പ്രിങ്ങിനാണ് കണ്ടുപിടിക്കുന്നത്? 2 പേരൻ്റ് ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് മീറ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് നമ്പർ തമ്മിൽ ഗുണിക്കുക. ടൈപ്പ് ഓഫ് മീറ്റ് തീരുമാനിക്കുന്ന ക്രൈറ്റീരിയ എന്നതാ? ഹെട്രോസൈഗസ് പെയർ. നമ്മുടെ ഫോർമുല എന്നതാ? 2n. n സ്റ്റാൻഡ്സ് ഫോർ വാട്ട്? നമ്പർ ഓഫ് ഹെട്രോസൈഗസ് പെയർ ആണ്. ഈ പേരൻറ്റിൽ 3 ഹെട്രോസൈഗസ്, അപ്പോൾ 2⁻3 ദറ്റ് ഈസ് 8. ഇവിടെയും 3 പേര് ഹെട്രോസൈഗസ്, സോ 2⁻3 ഇവിടെയും 8. എങ്ങനെയാണ്? 64. 8 × 8 64 ഓസ്പ്രിങ്. ഓസ്പ്രിങ്സ് ആർ ഓൾവേസ് മൾട്ടിപ്ലിക്കേഷൻ പ്രൊഡക്റ്റ് ഓഫ് ടൈപ്പ് ഓഫ് മീറ്റ് ആണ്. ഇനി അങ്ങനെ 2 പേരൻസിൻ്റെയും ജീനോടൈപ്പ് ഒരുപോലെ വരുമ്പം ഈ ഫീനോടൈപ്പ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്നതാ? 2⁻n. ജീനോടൈപ്പിൻ്റെ ഫോർമുല 3⁻n. n സ്റ്റാൻഡ്സ് ഫോർ വാട്ട്? നമ്പർ ഓഫ് ഹെട്രോസൈഗസ് പെയർ ഇൻ എനി വൺ ഓഫ് ദി പേരൻ്റ് എന്ന് പറയും. ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പേരൻറ്റിനെ നോക്കുക, ഹെട്രോസൈഗസ് പെയറിൻ്റെ എണ്ണം എടുക്കുക, then 2⁻that number will give type of phenotype, 3⁻that number will give type of genotype. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഫീനോടൈപ്പ് ആയിരിക്കും? 2⁻n stands for what? Number of heterozygous pair in any one parent. ഞാനിപ്പോൾ ഇഷ്ടമുള്ള ഒരു പേരൻറ്റിനെ നോക്കി, അപ്പോൾ 2⁻ എത്രയാ? 3 വരണം. സോ ദറ്റ് ഈസ് 8. ജീനോടൈപ്പ് കണ്ടുപിടിക്കുന്ന ഫോർമുല 3⁻n. n stands for what? സെയിം നമ്പർ ഓഫ് ഹെട്രോസൈഗസ് പെയർ ഇൻ എനി വൺ പേരൻറ്റ്. ഒരു പേരൻറ്റിൽ എത്ര ഹെട്രോസൈഗസ് പെയർ? 3. അപ്പോൾ ഇവിടെ 3⁻3 ദറ്റ് മീൻസ് എത്ര വരും? 27. ഓക്കെ, അപ്പം ഇവർ വഴി ഉണ്ടാകുന്ന ഓസ്പ്രിങ്ങിൻ്റെ എണ്ണം അല്ല ചോദിച്ചിരിക്കും. ഓസ്പ്രിങ്ങിനാണ് 64 ആണ്. അവർ എത്ര ഡിഫറെൻറ്റ് ടൈപ്പ് ഫീനോടൈപ്പ് ആയിരിക്കും? 8. എത്ര ജീനോടൈപ്പ് ആയിരിക്കും? 27. സോ ഓർഡറിൽ ഹൗ മെനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫീനോടൈപ്സ് ആൻഡ് ജീനോടൈപ്സ്? സോ 8 and 27 ഓപ്ഷൻ 3. അപ്പോൾ നിയമമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 2 പേരൻസിൻ്റെയും ജീനോടൈപ്പ് ഇതുപോലെ ഒരുപോലെ വന്നാൽ മാത്രമേ ഇത് എത്ര ഫീനോടൈപ്പാണ്, ജീനോടൈപ്പാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഫോർമുല. ഓക്കെ, യെസ്. അടുത്തത്, യെസ്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഓപ്ഷൻ. നമുക്ക് നോക്കാം. മെൻ്റലിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്റ്റേറ്റ്മെൻറ്റ് എ. ഇൻ മെൻഡൽസ് പ്രൊസീജിയർ F1 ഈസ് ഓൾവേസ് ദ ക്രോസ് പോളിനേഷൻ പ്രൊഡക്റ്റ് ഓഫ് 2 ഇംബിവർ ഫോംസ് ഓഫ് സെയിം ക്യാരക്ടർ. തെറ്റിപ്പോയല്ലോ. ഇവിടെ വരെ ശരിയാ. F1 ഈസ് ഓൾവേസ് ദ ക്രോസ് പോളിനേഷൻ പ്രൊഡക്റ്റ്. പക്ഷേ ഇംബിവർ ഫോംസ് ആണോ? അല്ല. എങ്ങനെ F1 ഫോം ചെയ്യുന്നത്? ഒരു പ്യുവർ ഡോമിനൻറ്റും പ്യുവർ റിസസീവും കൂടെ ക്രോസ് ചെയ്തുണ്ടാകുന്നതാണ് F1. ഈ F1 ഇംപ്യുവറാണ്, ശരിയല്ലേ? അപ്പോൾ F1 ഈസ് ദ ക്രോസ് പോളിനേഷൻ പ്രൊഡക്റ്റ് ഓഫ് 2 ഇംപ്യുവർ ഫോംസ് ആണോ? അല്ല. അടുത്ത് നോക്കിയേ. ഇൻ മെൻഡൽസ് പ്രൊസീജിയർ FTV ഈസ് ഫോംഡ് ഫ്രം പ്യുവർ ഹോമോസൈഗസ് F1 ത്രൂ ക്രോസ് പോളിനേഷൻ. ഭയങ്കര തെറ്റാണ് അല്ലേ? കാരണം ഒന്നാമത് F2 എന്ന് പറയുന്നത് F1 നിന്ന് ഫോം ചെയ്യുന്ന എന്ത് പോളിനേഷൻ വഴിയാണ്? സെൽഫ് പോളിനേഷൻ വഴിയാണ്. ഇവിടെയാണ് ക്രോസ് വന്നത്. അപ്പോൾ F2 ഈസ് ഫോംഡ് ഫ്രം F1 ബൈ സെൽഫ് പോളിനേഷൻ, ഒരിക്കലും ക്രോസ് പോളിനേഷൻ അല്ല. ഇനി
ആ F1 ഹോമോസൈഗസ് പ്യൂറോ ആണോ? അല്ല, പിന്നെയോ ഇംപ്യൂറാണ്. അപ്പം ശരിക്കും ഇവിടെ വരേണ്ടത് F2 ഫോംഡ് ഫ്രം ഇംപ്യൂർ F2 is ഫോംഡ് ഫ്രം ഇംപ്യൂർ F1 ത്രൂ സെൽഫ് പോളിനേഷൻ എന്നാണ് വരേണ്ടത്. നേരെ തിരിഞ്ഞു പോയില്ലേ? ഭയങ്കര തെറ്റായ സെൻറ്റൻസ്. സോ സ്റ്റേറ്റ്മെന്റ് A and B are wrong. Option 1. ഓക്കെ, നല്ല സെൻറ്റൻസസ്. നെക്സ്റ്റ് വൺ, the percentage of homozygous offspring in the monohybrid F1. What a super basic question. Homozygous offspring in the monohybrid F1. Answer 0. കാരണം ക്രോസിൽ നമ്മൾ പരിഗണിക്കുന്ന ക്യാരക്ടറിൻ്റെ എണ്ണം ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും അങ്ങനെയാണല്ലോ മോണോഹൈബ്രിഡ് ആൻഡ് ഡൈഹൈബ്രിഡ്. എന്താണേലും ബേസിക് ഫണ്ടമെന്റലിസം ഈസ് സെയിം. ഇപ്പം പറഞ്ഞോളൂ, അതനുസരിച്ച് പ്യുവർ ഡോമിനൻറ്റും പ്യുവർ റിസസീവും കൂടെ ക്രോസ് ചെയ്തുണ്ടാകുന്നതാണ് F1 എങ്കിൽ F1 ഈസ് ഓൾവേസ് എ ഹൈബ്രിഡ്. മൈ ഗോഡ്, സൂപ്പർ. അതിൻ്റെ അർത്ഥം എന്നതാ? F1 എപ്പോഴും ഹെട്രോസൈഗസ് ആയിട്ടല്ലേ വരുവുള്ളൂ, അല്ലെങ്കിൽ ഇംപ്യൂറായിട്ടല്ലേ വരുവുള്ളൂ. കാരണം രണ്ട് ഡിഫറെൻറ്റ് ജീനോടൈപ്പിൽ വ്യത്യാസമുള്ള രണ്ട് പേര് ക്രോസ് ചെയ്തുണ്ടാകുന്നയാൾ എപ്പോഴെങ്കിലും ഹോമോസൈഗസ് ആയിട്ട് വരും? ഒരിക്കലുമില്ല. അപ്പം F1 ഒരു ഹൈബ്രിഡ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ F1 ഹോമോസൈഗസ് ആൾക്കാർ വരുമോ? ഇമ്പോസിബിൾ. ഇപ്പം മോണോഹൈബ്രിഡ് വെച്ച് ചോദിച്ചാലും ഡൈഹൈബ്രിഡ് ചോദിച്ചാലും F1 ഹോമോസൈഗസിൻ്റെ പെർസെൻറ്റേജ് ചോദിച്ചാൽ 0, നിൽ. ഹെട്രോസൈഗസ് ചോദിച്ചാൽ 100%. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, യെസ്. അടുത്തത് ഈ ഹെട്രോസൈഗസ് ജീനോടൈപ്പ് ക്യാപിറ്റൽ A സ്മോൾ a ക്യാപിറ്റൽ B സ്മോൾ b ഫോംസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗമീറ്റ്. വാട്ട് വിൽ ബി ദ പ്രൊപ്പോർഷൻ ഓഫ് വൺ ഓഫ് ദ ഗമീറ്റ് സ്മോൾ a സ്മോൾ b അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്? സി പറഞ്ഞിരിക്കുകയാണ് ക്യാപിറ്റൽ A സ്മോൾ a ക്യാപിറ്റൽ B സ്മോൾ b ഇവർ ഡിഫറെൻറ്റ് ടൈപ്പ് ഗമീറ്റുകൾ ഫോം ചെയ്യാൻ പോവുകയാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഗമീറ്റ് ഉണ്ടാകണമല്ലോ. അതിനകത്ത് ഒരു ഗമീറ്റ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് സ്മോൾ a ക്യാപിറ്റൽ B. ഇതിൻ്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുക. ഏത് ലോ അനുസരിച്ച്? മെൻഡൽ പറഞ്ഞ ലോ. എന്താണ് മെൻഡൽ പറഞ്ഞ മൂന്നാമത്തിലോട്ട് സാരാംശം? മെൻഡൽ പറഞ്ഞ മൂന്നാമത്തിലോട്ട് സാരാംശം എന്ന് പറയുന്നത് ഇപ്പം ക്യാപിറ്റൽ A സ്മോൾ a ക്യാപിറ്റൽ B സ്മോൾ b എന്ന് പറഞ്ഞ രണ്ട് പെയറുകൾ ഗാമിറ്റോജെനിസിസ് സെപ്പറേറ്റ് ചെയ്യുമ്പം ഈ പെയറിൻ്റെ സെഗ്രിഗേഷന് അടുത്ത പെയറിൻ്റെ സെഗ്രിഗേഷനോട് യാതൊരു ബന്ധവുമില്ല. അതാണ് ഇൻഡിപെൻഡൻറ്റ് സെഗ്രിഗേഷൻ. എന്താ ഇതിൻ്റെ ഇമ്പാക്റ്റ്? ഫസ്റ്റ് പെയറിലെ ക്യാപിറ്റൽ ഈ പോളിലേക്കും സ്മോൾ ഈ പോളിലേക്കും പോയാൽ രണ്ടാമത്തെ പെയറിൽ ആരെങ്കിലും ഇവന്മാർ വലിച്ചുകൊണ്ട് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്നതാ? ഫസ്റ്റ് പെയറിലെ ക്യാപിറ്റൽ ഇങ്ങോട്ടേക്ക് വന്നാൽ ഈ പോളിലേക്ക് അടുത്ത പെയറിൽ നിന്നും ക്യാപിറ്റൽ ബിക്കോ സ്മോൾ ബിക്കോ വരാം. അതുപോലെ സ്മോൾ ഈ പോളിലേക്ക് പോയാൽ സ്മോളിൻ്റെ അടുത്തേക്ക് അടുത്ത പെയറിൽ നിന്നും സ്മോൾ ബിക്കോ ക്യാപിറ്റൽ ബിക്കോ വരാം. അങ്ങനെയാണെങ്കിൽ സെഗ്രിഗേഷൻ കഴിഞ്ഞുണ്ടാകുന്ന ഓരോ സ്ഥലത്തെ ഗമീറ്റായിട്ട് മാറുക. അങ്ങനെയാണെങ്കിൽ ഈ ജീനോടൈപ്പിൽ നിന്ന് ഫോം ചെയ്യാൻ പറ്റുന്ന ഗമീറ്റ് 2:1 അനുസരിച്ച് ഫോം ചെയ്യാൻ പറ്റുന്ന ഗമീറ്റ് മാക്സിമം 4 ആണെങ്കിൽ ആ 4 ഗമീറ്റിൽ ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഈ പെയറിൻ്റെ സെഗ്രിഗേഷൻ ഇതുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ് എങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന 4 ഗമീറ്റിൽ ഏതെങ്കിലും ഒരു ഗമീറ്റ് കൂടുതലുണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ 4 ഗമീറ്റിൻ്റെ പെർസെൻറ്റേജ് ഒരുപോലെയല്ലേ? പ്രോബിലിറ്റി ഒരുപോലെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ജീനോടൈപ്പ് ഫോം ചെയ്യുന്നതിനകത്ത് ഏതെങ്കിലും ഒരു ഗമീറ്റ് ഇങ്ങനെ തന്നിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് വെച്ചാൽ തീർച്ചയായിട്ടും അത് 4/1. ദാറ്റ് മീൻസ് 25. ശരിയല്ലേ? അതാണ് പുറത്തോണം. അപ്പോൾ ആ സ്ഥാനത്ത് ഈ രണ്ട് പേരുടെ സെഗ്രിഗേഷൻ ഡിപ്പെൻഡൻ്റ് ആയിരുന്നുവെങ്കിലോ ഇതുപോലെ 4 ഉണ്ടാകണമെന്ന് പോലുമില്ല. ഇനി അഥവാ ഉണ്ടായാലും അതിൻ്റെ പ്രൊപ്പോർഷൻ ഒരിക്കലും ഈക്വൽ ആയിട്ടൊന്നും വരികയില്ല. അപ്പം whenever we are considering two pairs, if their segregation is independent, that is idea given by the Mendel. Independent ആണെങ്കിൽ no doubt what all possible genotypes are there from a genotype, what all possible gametes are possible from a genotype that we can predict using the formula 2:1, all that will be formed in equal proportion. അപ്പോൾ ഇവിടെ ഈ ജീനോടൈപ്പിൽ നിന്ന് ഫോം ചെയ്യപ്പെട്ടത് മാക്സിമം ഗമീറ്റ് എത്രയാണ്? 4. അത് 4 തുല്യമായിട്ടുണ്ടാകുമ്പോൾ അതിനകത്ത് ഒന്നിൻ്റെ പെർസെൻറ്റേജ് നോ ഡൗട്ട് 25%. സൂപ്പർ ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. അടുത്ത് നോക്കുക. മാച്ച് ദ നെയിം ഓഫ് ഫീനോടൈപ്പ് ഓർ ക്യാരക്ടർ ഗിവൺ ഇൻ കോളം 1 വിത്ത് ദാറ്റ് ഓഫ് ദ ഫിനോമിന ഓപ്പറേറ്റിംഗ് ഇൻ ഇപ്പോൾ ക്യാരക്ടറിൻ്റെ പേര് വന്നിരിക്കുന്നു, അതിൻ്റെ എന്ത് ഫിനോമിന ഓപ്പറേറ്റ് ചെയ്യും നമുക്ക് നോക്കാം. ഹെട്രോസൈഗസ് എ ഗ്രൂപ്പ്. നമുക്കറിയാം ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം എടുക്കുമ്പോൾ അതിനകത്ത് മൾട്ടിപ്പിൾ അലീലിസം കോഡോമിനൻസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ തുടങ്ങുമ്പോഴും അതിൻ്റെ അകത്തോട്ട് കയറി പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം എന്നതാണ് ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട
ഡിഫറെൻറ്റ് ഫീനോടൈപ്പുകൾ എടുത്താൽ അതിനകത്ത് കോഡോമിനൻസ് വരുന്ന എവിടെ മാത്രമാണ്? ഓൺലി AB ഗ്രൂപ്പ്. ബാക്കിയുള്ളടത്തെല്ലാം കംപ്ലീറ്റ് ഡോമിനൻസാണ്. അങ്ങനെയാണെങ്കിൽ ഹെട്രോസൈഗസ് A ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്നെ ഡോമിനൻസാണ്? തീർച്ചയായിട്ടും കംപ്ലീറ്റ് ഡോമിനൻസ്. A മാച്ചസ് 2. അപ്പോൾ തന്നെ ആൻസർ ആയി കഴിഞ്ഞു. ഇനി ബാക്കിയൊക്കെ നോക്കുക. ജീൻ ബിഹൈൻ ഫീനൈൽ കീറ്റോനൂറിയ, ഒരു സംശയമില്ല, പ്ലിയോട്രോപ്പി. എന്തുകൊണ്ടാണ്? പ്ലിയോട്രോപ്പി എന്ന ഫീനൈൽ കീറ്റോനൂറിയ ഡിസീസ് വരുമ്പം ആ ജീൻ മ്യൂട്ടേറ്റ് ചെയ്യുന്നതാണ് കാരണമെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റിലായിട്ട് അവസാനം ഫീനൈൽ പൈറുവിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നു, അത് ബ്രെയിൻ സെൽസിൽ ചെല്ലുന്നു. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഫീനോട്ടിപ്പിക്കലായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് 3 തരത്തിലാണ്. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് അല്ലേ? മെൻ്റൽ റിട്ടാർഡേഷൻ വരുന്നു, ഹെയർ ലോസ് വരുന്നു, സ്കിൻ പിഗ്മെൻറ്റേഷൻ മാറുന്നു. അപ്പം ആ 3 കാര്യങ്ങൾക്ക് കാരണമാകുന്നപ്പോൾ ഒരു ജീനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജീൻ പ്ലിയോട്രോപ്പിക് ആവുക എന്താണേലും. അപ്പോൾ ആ ജീനിൻ്റെ ആ ഒരു അൺയൂഷ്വൽ ബിഹേവിയറിന് കാരണം ജീൻ മ്യൂട്ടേഷനാണ്. അപ്പോൾ അതൊരു മെൻ്റൽ ഡിസോർഡർ ആയിട്ട് മാറുന്നു. ആ ഡിസീസിൻ്റെ പേര് പറയുമ്പോൾ അത് ഫീനൈൽ കീറ്റോനൂറിയ. ഓക്കെ, അപ്പം ചുരുക്കി പറഞ്ഞാൽ ഫീനൈൽ കീറ്റോനൂറിയ എന്ന് പറയുന്നത് മെൻ്റൽ ഡിസോർഡർ. അങ്ങനെ വരാൻ കാരണം അതൊരു ജീൻ മ്യൂട്ടേഷൻ വഴിയാണ് ഡിസീസാണ്. പക്ഷേ അവിടെ സംഭവിക്കുന്ന ഫീനോട്ടിപ്പിക് മാനിഫെസ്റ്റേഷൻ 3 തരത്തിൽ വരുന്നപ്പോൾ ആ ജീനെ നമ്മൾ എന്നാ പറയുന്നു? പ്ലിയോട്രോപ്പിക്. കാരണം എന്നതാ പ്ലിയോട്രോപ്പി? ഒരു ജീനിൻ്റെ എഫക്റ്റ് ഒന്നിൽ കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് പ്ലിയോട്രോപ്പി. അപ്പോൾ അത് പ്ലിയോട്രോപ്പിയാണ്. അടുത്തത് AB ഗ്രൂപ്പ് പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും അവിടെ കോഡോമിനൻസ് ആണ്. സോ C മാച്ചസ് 4. ദെൻ F1 ഓഫ് ക്രോസ് കൺസിഡറിങ് ഫ്ലവർ കളർ ഓഫ് സ്നാപ് ഡ്രാഗൺ. സ്നാപ് ഡ്രാഗൻ്റെ പ്രത്യേകത റെഡും വൈറ്റും കൂടെ ക്രോസ് ചെയ്തപ്പം അവിടെ ഉണ്ടായത് ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ റെഡ് ആൻഡ് വൈറ്റ് ആയി പിങ്ക് ആണ് അല്ലേ? അപ്പോൾ അതിന് പകരം മെൻ്റലിസം പറയുന്ന അനുസരിച്ചാണെങ്കിൽ അവിടെ എന്ത് വരണമായിരുന്നു? റെഡ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്യുവർ ഡോമിനൻ്റ് പ്യുവർ റിസസീവ് കൂടെ ക്രോസ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ആവറേജ് ബിറ്റ്വീൻ വരുമ്പോൾ എന്നാ സംഭവം? അത് നോ ഡൗട്ട് ദറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. സോ D മാച്ചസ് 1. സോ A2 B3 C4 D1 ഓപ്ഷൻ 3. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, മാച്ച് ദ ജീനോടൈപ്പ് ഓഫ് ഡ്രോസോഫില ഗിവൺ ഇൻ കോളം 1 വിത്ത് ദാറ്റ് ഓഫ് ദ ഫീനോട്ടിപ്പിക് ഡിസ്ക്രിപ്ഷൻ ഗിവൺ ഇൻ കോളം 2. മോർഗൻ്റെ വർക്കിലൂടെ ലിങ്കേജിൻ്റെ ബേസിക് നമുക്ക് പറഞ്ഞു തരുന്ന 2 ക്രോസുകൾ. ആ ക്രോസിന് ആധാരമായിട്ട് മോർഗൻ നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ജീനിൻ്റെ അലീൽസിന് പേരിടുന്ന മാനദണ്ഡം റിസസീവ് ഫോമിൻ്റെ 1ാമത്തെ അക്ഷരം വെച്ചിട്ടാണ്. അത് വെച്ച് ഫീനോടൈപ്പ് വായിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. വൈൽഡ് എന്നൊരു വാക്കിൻ്റെ അർത്ഥം, പേരൻ്റൽ ടൈപ്പിൻ്റെ അർത്ഥം, റീകോമിനൻ്റ് ടൈപ്പിൻ്റെ അർത്ഥം. എന്താണ് ഈ വൈൽഡ് എന്ന് പറഞ്ഞാൽ? ഡോമിനൻ്റ് ഫീനോടൈപ്പിൻ്റെ വേറൊരു പേരാണ് വൈൽഡ്. എന്നാണ് പേരൻ്റൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പരിഗണിച്ചിരിക്കുന്ന ആ ജീനോടൈപ്പിൽ എത്ര ക്രോമസോം ഉണ്ടോ എല്ലാ ക്രോമസോമിലും ഒന്നെങ്കിൽ ഡോമിനൻ്റിൽ മാത്രം അല്ലെങ്കിൽ റിസസീവിൽ മാത്രം വരിക. എന്നാൽ റീകോമിനൻ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരിഗണിച്ചിരിക്കുന്ന ജീനോടൈപ്പിൻ്റെ ഒരു ക്രോമസോമിലെങ്കിലും ഡോമിനൻ്റ് റിസസീവ് കൂടെ ഒരുമിച്ച് വരിക. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തുകൊണ്ടുള്ള കോറിലേഷൻ. അപ്പോൾ നോക്കാം. ഒന്നാമത്തെ നോക്കി, ഇവിടെ ബോഡി കളറിൻ്റെ ഡോമിനൻ്റിൽ ഐ കളർ ഡോമിനൻ്റിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ബ്രൗൺ ബോഡി റെഡ് ആണ്. 2X കാണുമ്പോൾ ഇത് ഫീമെയിൽ ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ബ്രൗൺ ബോഡി റെഡ് ഐഡ് ഫീമെയിൽ. സോ A മാച്ചസ് 3. ഇത് വരും അതായത്. ഇനി അടുത്ത് നോക്കുക. Y ക്രോമസോം കാണുമ്പോൾ ഇത് മെയിലാണ്. പിന്നെ ഐ കളറിൻ്റെയും ഷേപ്പ് ഓഫ് ഫിക്സർ റിസസീവലിലാണ്. അപ്പോൾ ഇത് വൈറ്റൈഡ് മിനിയേച്ചർ വിങ്ങഡ് മെയിലാണ് അല്ലേ? അപ്പം B1 വരും. ഇത് അടുത്ത് നോക്കിയേ. 2X കാണുമ്പോൾ ഫീമെയിലാണ്. ഇനി ഇവിടെ ഐ കളർ ഡോമിനൻ്റിൽ ഇവിടെ ബോഡി കളർ ഡോമിനൻ്റിൽ ഇവിടെ ഐ കളർ റിസസീവ്. അപ്പോൾ ഇത് ബ്രൗൺ ബോഡിഡ് വൈറ്റൈഡ് ആണ് അല്ലേ? ബ്രൗൺ ബോഡി വൈറ്റൈഡ്. ഇനി ഇത് നോക്കിയേ, ഒരു ക്രോമസോമിൽ 1 ഡോമിനൻ്റ് 1 റിസസീവ്. അപ്പോൾ ഇത് റീകോമിനൻ്റ് ടൈപ്പാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ബ്രൗൺ ബോഡിഡ് വൈറ്റൈഡ് റീകോമിനൻ്റ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ ബ്രൗൺ ബോഡിഡ് വൈറ്റൈഡ് ഫീമെയിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. നോക്കി, ഇപ്പോൾ ഇത് വരാമല്ലോ. സോ C മാച്ചസ് 4. ഇത് വരും. ഇനി അടുത്ത് നോക്കിയേ, ഇവിടെ വീണ്ടും ഇവിടെ കൊണ്ട് ഐ കളറിൻ്റെ റിസസീവലിൽ ഷേപ്പ് ഓഫ് ഫിക്സിൻ്റെ ഡോമിനൻ്റിൽ. എഗൈൻ ഇത് ഫീമെയിലാണ്, റീകോമിനൻ്റ്. അപ്പോൾ നോക്കാം ഇതെങ്ങനെ വായിക്കണം. ഇത് വൈറ്റൈഡ് ലാർജ് ഓർ ലോങ് വിങ്ങഡ് ഫീമെയിൽ. സോ D മാച്ചസ് 2. അപ്പോൾ നോക്കിയേ, A3 പ്രധാന ആൻസറായി. A3 B1 C4 D2. ഓക്കെ, ഓപ്ഷൻ 2 വരും. ഓക്കെ, യെസ്. അടുത്തത് അഗൈൻ ലിങ്കേജുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ക്വസ്റ്റൻ ആണ്. ഹെട്രോസൈഗസ് ജീനോടൈപ്പ് A+B+AB പ്രൊഡ്യൂസസ് 4 ടൈപ്പ് ഓഫ് ഇൻ ദ ഫോളോയിങ് പ്രൊപ്പോർഷൻ A+B+80, A+B20, AB80, AB+20. സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻ A ആൻഡ് B? ഇതാണ് ആ സെൻറ്റൻസിൻ്റെ തിയറി. നമുക്കറിയാം മോർഗൻ 2 ക്രോസിലൂടെ നമ്മൾക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോർഗൻ അസ്യൂം ചെയ്തു. പെർസെൻറ്റേജ് ഓഫ് റീകോമിനൻ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻ. കാരണം മോർഗൻ പറഞ്ഞു 2 ജീൻ ലിങ്ക് ചെയ്തിരിക്കുമ്പം ജീനിൻ്റെ അകലം കൂടുന്തോറും ചാൻസ് ഓഫ് ക്രോസിങ്ങോട് കൂടുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ് റീകോമിനൻസ്. അതുകൊണ്ട് ഒരു ക്രോസിൻ്റെ F2വിൽ നമുക്ക് എത്രമാത്രം റീകോമിനൻസ് കിട്ടിയോ അതിനെ പെർസെൻറ്റേജ് ആക്കിയാൽ അതിലൂടെ നമുക്ക് ജീനിൻ്റെ അകലം ഒന്ന് ഗസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ക്രോസിൻ്റെ F2വിൽ ടോട്ടൽ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്ങിൽ നിന്നും റീകോമിനൻസിനെ തിരിച്ചറിഞ്ഞ് അതിനെ പെർസെൻറ്റേജ് ആക്കിയിട്ട്
നമ്മൾ അതിനെ ഒരു യൂണിറ്റ് ആക്കിയെടുത്ത് ജീനിൻ്റെ അകലം നമ്മൾ പറയുന്നതിനല്ലേ ക്രോമസോമൽ മാപ്പ് എന്ന് പറയുക. സോ ദ ബേസിസ് ഓഫ് കൺസ്ട്രക്റ്റിംഗ് ക്രോമസോമൽ മാപ്പ് ഈസ് പ്രെഡിക്റ്റിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻ ഓൺ ദ ബേസിസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് റീകോമിനൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗമീറ്റായിട്ട് കാണിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ റീകോമിനൻറ്റ് ഗമീറ്റുകളെ തിരിച്ചറിയുക, അതിനെ പെർസെൻറ്റേജ് ആക്കുക. എന്നതാ റീകോമിനൻറ്റ് ഗമീറ്റ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ജീനോടൈപ്പിനടങ്ങി ഇങ്ങനെ ക്രോസിംഗ് മുറ പിടിയുണ്ടാകുന്ന ഗമീറ്റ് റീകോമിനൻറ്റ് ഗമീറ്റ്. ഇപ്പോൾ റീകോമിനൻറ്റ് ഗമീറ്റിൻ്റെ ജീനോടൈപ്പ് എങ്ങനെ വരും? A+B എന്നൊരു ഗമീറ്റ് വരും, അതുപോലെ AB+. അപ്പോൾ ഈ രണ്ട് ഗമീറ്റുകളും റീകോമിനൻറ്റ് ഗമീറ്റാണ്, ബിക്കോസ് ദേ ആർ ഫോംഡ് ബൈ ക്രോസിംഗ് ഓവർ. അങ്ങനെയാണെങ്കിൽ A+B ഇവിടെ എത്രയാണ്? A+B 20 അല്ലേ, AB+ എത്രയാണ്? അതും 20. അപ്പോൾ അതിൻ്റെ അർത്ഥം റീകോമിനൻറ്റ് ഗമീറ്റ് എന്നാൽ മൊത്തം 40. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഗമീറ്റ് എത്രയാണ്? അപ്പോൾ ബാക്കി രണ്ട് പേരൻ്റൽ ഗമീറ്റാണ്. അപ്പോൾ അത് എത്രയാണ്? 80, 80, 160 അല്ലേ. അപ്പം പേരൻ്റൽ ഗമീറ്റ്, ഇത് പേരൻ്റൽ ഗമീറ്റാണ്, പേരൻ്റൽ ടൈപ്പ്. അല്ലാതെ പേരൻ്റൽ ഗമീറ്റ് എന്ന് പറഞ്ഞാൽ ക്രോസിംഗ് ഓവർ ഇല്ലാതെ ഉണ്ടാകുന്ന ഗമീറ്റ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഗമീറ്റ് എത്രയാണ്? 200. റീകോമിനൻസ് എത്രയാണ്? 40. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് റീകോമിനൻസ് 200ൻ്റെ എത്ര ശതമാനമാണ്? 200ൻ്റെ എത്ര ശതമാനം? 40 എന്ന് പറയുന്നത് 20. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നതാ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ജീൻസ് ആർ 20 സെൻറ്റിമോർഗൻ അല്ലേ. ഇതിൻ്റെ ബേസിക് ഐഡിയ നമുക്ക് മോർഗൻ പറഞ്ഞു തന്നതുകൊണ്ട് മോർഗൻ്റെ മെമ്മറിയിൽ മാപ്പ് യൂണിറ്റിന് പറയുന്നവർ സെൻറ്റിമോർഗൻ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ റീകോമിനൻസിനെ തിരിച്ചറിയുക, അതിനെ പെർസെൻറ്റേജ് ആക്കുക. പെർസെൻറ്റേജ് എത്രയാണോ ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻ. ഓക്കെ, യെസ്. അടുത്തത്, ഇഫ് എ മെയിൽ ക്യാരിയർ ഫോർ അനീമിയ ഈസ് മാരീഡ് എ ഫീമെയിൽ, ഷീ ഈസ് ഓൾസോ എ ക്യാരിയർ ഫോർ അനീമിയ, വാട്ട് ഈസ് ദ പോസിബിലിറ്റി ഓഫ് ഓഫ്സ്പ്രിംഗ് വിത്ത് അനീമിക് കണ്ടീഷൻ? ആ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്കറിയാലോ മെൻറ്റേലിയൻ ഡിസോർഡേഴ്സ് ആർ ഡിസോർഡേഴ്സ് ബിക്കോസ് ഓഫ് ജീൻ മ്യൂട്ടേഷൻ. അപ്പോഴും നമ്മളതിനെ മെൻറ്റേലിയൻ എന്ന് പറയാനുള്ള കാരണം എന്താ? ജീൻസ് ആർ ഒബെയിങ് മെൻറ്റേലിയൻ ഇൻഹെറിറ്റൻസ്. അതുപോലെ നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന 5 ഡിസീസുകൾക്കും കാരണം നമുക്കറിയാം റിസസീവ് അലീൽസിൻ്റെ മ്യൂട്ടേഷനാണ് അല്ലേ. നമ്മുടെ സിലബസിലുള്ള 5 എണ്ണത്തിനും കാരണം മ്യൂട്ടേഷൻ ഓഫ് റിസസീവ് അലീൽ. അതുകൊണ്ട് എക്സ്പ്രഷൻ ഉള്ളി ഇൻ ഹോമോസൈഗസ് കണ്ടീഷൻ. ഇനി അതിൽ ഹീമോഫീലിയയും ബ്ലൈൻഡ്നെസ്സും എക്സ് ലിങ്ക്ഡ് റിസസീവ് ആണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഓട്ടോസോലിങ്ക്ഡ് ആണ്. അപ്പോൾ ഓട്ടോസോമിൻ്റെ പേര് മെയിലിനും ഫീമെയിലിനും ഒരുപോലെയല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, മെയിൽ ആസ് വെൽ ആസ് ഫീമെയിൽ ക്യാരിയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ചുമ്മാ അനീമിയ, ഞാൻ ചുമ്മാ A എന്നൊരു ഇതിട്ട് ഇടുവാണ്, അല്ലെങ്കിൽ നമുക്ക് നോർമൽ അല്ലി വെച്ച് തന്നെ പറയാം. നമുക്കറിയാം അനീമിയയുടെ ജീന് HB ആണ്, അതിൻ്റെ 2 അരിയിൽ HbA ആൻഡ് HbS ശരിയല്ലേ. ഇന്നത്തെ അതാ റിസസീവ് അലീൽ ഇതാണ്. അപ്പോൾ ഇവിടെ മെയിൽ ക്യാരിയർ ഫോർ അനീമിയ, ഫീമെയിൽ ക്യാരിയർ ഫോർ അനീമിയ, അതിൻ്റെ അർത്ഥം എന്നതാ? മെയിൽ ഫീമെയിൽ ഇങ്ങനെ ഹെട്രോസൈഗസ് എന്നല്ലേ, ഹെട്രോസൈഗസിലെ ക്യാരിയർ, ഇതൊരു പേരൻറ്റ്, ഇത് അടുത്ത പേരൻറ്റ്. HB HbS. അങ്ങനെയാണെങ്കിൽ ഇവരുടെ മേറ്റിങ്ങിൽ ഇവിടെ എത്ര പേരുണ്ടാകും? 4 പേര് പോസിബിളാണ്. ഇവിടെ നിന്ന് 2 ടൈപ്പ് ഗമീറ്റ്, ഇവിടെ നിന്ന് 2 ടൈപ്പ്. ഇനി അനീമിയ ഒരു റിസസീവ് ഡിസോർഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും അനീമിയ വരണമെങ്കിൽ HbS വരണ്ടേ. HbS വരാൻ ചാൻസ് ഇവിടെ എത്രയുണ്ട്? 4-1. സോ ആൻസർ ഈസ് 25. സിമ്പിൾ മെൻ്റലിസം. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൽ പേരൻറ്റ് ഫീമെയിൽ പേരൻറ്റ് ക്യാരിയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം HB ജീനുമായിട്ട് വന്നിട്ട് 2 പേര് ഹെട്രോസൈഗസ്. അപ്പോൾ അവർ 2 പേര് മേറ്റ് ചെയ്തുണ്ടാകുന്ന ഓസ്പ്രിങ്സിൽ വീണ്ടും അനീമിയ വരണമെങ്കിൽ റിസസീവ് അലീൽസുകൾ ഒരുമിച്ച് വരണം. സോ HbS ചേർന്ന് വരാനുള്ള ചാൻസ് ഉള്ളി 1 out of 4 അല്ലേ. ബാക്കി എങ്ങനെ വരും? HbA ഒരെണ്ണം വരും, ഇതൊന്ന്. ദെൻ HbS ഇത് 2, പിന്നെ ഇതൊന്ന്. അതിനകത്ത് ഇത് 2ഉം നോർമലാണ്. രണ്ടാമത്തെ ആൾക്കാർ ക്യാരിയർ ആണെന്നേ ഉള്ളൂ, പക്ഷേ ലാസ്റ്റ് വൺ മാത്രം അനീമിക്. ഇസ് ഇറ്റ്? അപ്പോൾ ഇവിടെ അനീമിക് വരാനുള്ള ചാൻസ് എത്രയാണ്? 4 പറയുമ്പോൾ 25. ഓക്കെ, അടുത്തത്, which among the following disease due to the mutation of gene present on 16th pair of autosome? 16ാമത്തെ ഓട്ടോസോമൽ പേരിൽ കിടക്കുന്ന 2 ജീനുകൾ ലിങ്ക്ഡ് ജീൻസുകളാണ്. അതിന് മ്യൂട്ടേഷൻ വഴി ഉണ്ടാകുന്ന ഡിസീസ് ഏതാണ്? തീർച്ചയായിട്ടും ആൽഫ തലാസീമിയ. നമുക്കറിയാം തലാസീമിയ അനീമിയ വളരെ ക്ലോസ്. അനീമിയ ഇതിനകത്തില്ല. അനീമിയയിലും തലാസീമിയയിലും ഹീമോഗ്ലോബിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ അനീമിയയിൽ ബീറ്റാ ചെയിനെ മാത്രമാണ് ബാധിക്കുന്നത് എങ്കിൽ തലാസീമിയയിൽ ആൽഫയും ബീറ്റയും ബാധിക്കാം. അതിനേക്കാൾ ഉപരി അനീമിയയിൽ കാരണം പോയിന്റ് മ്യൂട്ടേഷൻ ആണെങ്കിൽ തലാസീമിയയിൽ ഫ്രെയിം ഷിഫ്റ്റ് ആണ്. അതുപോലെ അനീമിയയിൽ പോയിന്റ് മ്യൂട്ടേഷൻ വഴി ജീൻ മ്യൂട്ടേറ്റ് ചെയ്യുമ്പം
അവിടെ ഹീമോഗ്ലോബിന് സംഭവിക്കുന്നത് ക്വാളിറ്റേറ്റീവ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ചേഞ്ചാണ്. തലാസീമിയയിലും ആൽഫയിലും ബീറ്റയിലും അതാത് ജീനുകൾ മ്യൂട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് റേറ്റ് ഓഫ് സിന്തസിസ് കുറയുവാണ്. അപ്പോൾ അത് ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചാണ്. ഇനി ആൽഫ ബീറ്റ തലാസീമിയയുടെ വ്യത്യാസം എന്നതാ? ബീറ്റ തലാസീമിയ എന്ന് പറയുമ്പം ബീറ്റ ചെയിനിനെ കോഡ് ചെയ്യുന്ന 11ാമത്തെ പേരൽ ജീൻ മ്യൂട്ടേറ്റ് ചെയ്യുന്നതാണ് ബീറ്റ തലാസീമിയ. ആൽഫ തലാസീമിയ എന്ന് പറയുമ്പം ആൽഫ ചെയിനെ കോഡ് ചെയ്യുന്ന 2 ജീനുകൾ പ്രസന്റ് ഓൺ 16th പെയർ മ്യൂട്ടേറ്റ് ചെയ്യുന്നതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ തിരിച്ച് 16ാമത്തെ പേരയിലെ ജീനുകൾ മ്യൂട്ടേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഡിസീസ് എന്താണെന്ന് വെച്ചാൽ ഓൺലി വൺ ഓപ്ഷൻ, ആൽഫ തലാസീമിയ. ഓക്കെ, ബീറ്റ തലാസീമിയയുടെ ജീൻ അപ്പോൾ എവിടെയാണ്? 11th ക്രോമസോം. ഇത് രണ്ടും എക്സ് ലിങ്ക്ഡുമാണ്. ഓക്കെ, യെസ്. അടുത്തത്, which among the following generation in the Mendelian cross contain non-parental along with the parental forms? നല്ല ക്വസ്റ്റ്യൻ. മെൻ്റൽ ചെയ്തിരിക്കുന്ന ആ 2 ടൈപ്പ് ക്രോസിൽ എവിടെയാണ് നോൺ പാരൻ്റൽ അല്ലെങ്കിൽ വിത്ത് പാരൻ്റൽ വരിക? നമുക്ക് നോക്കാം. ഇപ്പം മോണോ ഹൈബ്രിഡ് ക്രോസ് എടുക്കുക. മോണോ ഹൈബ്രിഡ് ക്രോസ് സ്റ്റാർട്ട് ഫ്രം കൺസിഡറിങ് ടോൾ ആൻഡ് ഡ്വാർഫ് പാരൻ. പിന്നെ ഔട്ട്ലൈനാണ് പറയുന്നത്. F1 വരുന്നത് എന്താണാവോ? F1 ടോൾ, am I right? F2 എന്താണാവോ? F2 ടോൾ ആൻഡ് ഡ്വാർഫ്. ഇവിടെ ഏതെങ്കിലും ജനറേഷനിൽ നോൺ പാരൻ്റൽ വരുന്നുണ്ടോ? ഇല്ല. എന്നാൽ നോൺ പാരൻ്റ് എന്ന് പറഞ്ഞാൽ പേരൻറ്റുമായിട്ട് അല്ലെങ്കിൽ പേരൻസുമായിട്ട് ഫീനോട്ടിപ്പിക്കൽ വ്യത്യാസം വരിക. ഇപ്പം ഇവിടെ ആരുമില്ല. ഇനി ഡൈഹൈബ്രിഡ് ക്രോസ് എടുക്കുക. ഡൈഹൈബ്രിഡ് ആ ക്രോസ് ആരംഭിക്കുന്നത് ഷോർട്ട് ഫോം റൗണ്ട് യെല്ലോ എന്ന് പറയുന്ന ഒരു പേരൻറ്റും റിങ്കിൾഡ് ഗ്രീനോട് ക്രോസ് ചെയ്തിട്ടുണ്ട്. റിങ്കിൾഡ് ഗ്രീൻ അല്ലേ? ഇങ്ങനെയാണ് ക്രോസ് ആരംഭിക്കുന്നത്. ഇതിന് ആദ്യം F1 വരുന്നത് എന്താണാവോ? F1 റൗണ്ടല്ലോ. ഇവിടെ നോൺ പാരൻ്റലൊന്നുമില്ല. ഇനി F2 ചെല്ലുക. F2 ഐ തിങ്ക് 4 ടൈപ്പ് ആൾക്കാരില്ലേ? 4 ടൈപ്പ്. ഞാൻ ഷോർട്ട് ഫോം എഴുതുവാണ്. ഏതൊക്കെയാണ്? റൗണ്ടല്ലോ, റൗണ്ട് ഗ്രീൻ, റിങ്കിൾഡല്ലോ, റിങ്കിൾഡ് ഗ്രീൻ. ഇവിടെ നോൺ പാരൻ്റലുണ്ടോ? ഉണ്ടല്ലോ. കാരണം ഈ 4 പേര് നമുക്കറിയാം. ഈ റൗണ്ടല്ലോയും റിങ്കിൾഡ് ഗ്രീനും പാരൻ്റൽ ടൈപ്പാണ്. പക്ഷേ റൗണ്ട് ഗ്രീൻ എന്നൊരു പേരൻ്റ് ഇല്ല, റിങ്കിൾഡല്ലോ എന്നൊരു പേരൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും നോൺ പാരൻ്റൽ. അപ്പം മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ ഒരിടത്തും നോൺ പാരൻ്റൽ വരുന്നില്ല. ഡൈഹൈബ്രിഡിൻ്റെ F1 നോൺ പാരൻ്റൽ ഇല്ല, പക്ഷേ F2 നോൺ പാരൻ്റൽ വരുന്നില്ലേ? അപ്പം മെൻ്റൽ ചെയ്ത ക്രോസിൻ്റെ എവിടെയാണ് നോൺ പാരൻ്റൽ വരിക? നോ ഡൗട്ട് ഡൈഹൈബ്രിഡ് F2. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. The central dogma of molecular biology states that dash is transcribed into dash which is translated. What is super question? സെൻട്രൽ ഡോഗ്മ എന്നതാ? ജീൻ എന്ന് പറയുന്നത് കെമിക്കലി DNA ആണെങ്കിൽ ഇതിൽ നിന്നും എൻസൈമിലേക്ക് ഒരു മെസ്സേജ് ഫ്ലോ. എൻസൈം ഈസ് കെമിക്കലി പ്രോട്ടീൻ. പക്ഷേ ഇത് 2 സ്റ്റെപ്പിലാണ്. കാരണം ആദ്യം RNA ഉണ്ടാകണം, പിന്നെയാണ് പ്രോട്ടീൻ ഉണ്ടാകുക. അതിൽ DNAയിൽ നിന്നും RNA ഉണ്ടാകുന്ന പരിപാടിയാണല്ലോ വാട്ട്? ട്രാൻസ്ക്രിപ്ഷൻ. പിന്നെ RNA പലരുടെ സഹായത്താൽ എൻസൈം ഉണ്ടാകുന്ന പരിപാടിയാണല്ലോ ട്രാൻസ്ലേഷൻ. ഇതാണ് സെൻട്രൽ ഡോഗ്മ. അവിടെ ക്വസ്റ്റ്യൻ നോക്കുക. അക്കോർഡിംഗ് ടു ഡോഗ്മ സ്റ്റേറ്റ്സ് ദാറ്റ് ഡാഷ് ഈസ് ട്രാൻസ്ക്രൈബ്ഡ് ഇൻടു ഡാഷ്. അപ്പം അത് ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടുന്ന ആരാ? DNA ഇൻടു വാട്ട്? RNA വിച്ച് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻടു പ്രോട്ടീൻ. അപ്പോൾ ഏത് വരും? DNA, RNA and protein. Option 4. What a fantastic central dogma, is it? Yes. അടുത്ത നോക്കുക. വാട്ട് ഈസ് കോമൺ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ ബോത്ത് പ്രോകാരിയോട്ട് ആൻഡ് യൂക്കാരിയോട്ട്? നമ്മുടെ ജീൻ റെഗുലേഷനോട് പഠിക്കുന്നുണ്ട്. യൂക്കാരിയോട്ടിലാണെങ്കിൽ ജീൻ റെഗുലേഷൻ എല്ലായിടത്തും റെപ്ലിക്കേഷൻ്റെ സമയത്ത്, ട്രാൻസ്ക്രിപ്ഷൻ്റെ സമയത്ത്, പ്രോസസ്സിങ് ഓഫ് RNA ആൻഡ് ഈവൻ ട്രാൻസ്ലേഷൻ. പ്രോകാരിയോട്ടിലാണെങ്കിൽ ഓൺലി അറ്റ് എ ടൈം ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ഇപ്പോൾ കോമൺ സ്റ്റെപ്പ് എവിടെയാ? ഓൺലി ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ. ട്രാൻസ്ക്രിപ്ഷണൽ. ഓക്കെ, അടുത്തിലേക്ക് വരാം. 25 നോക്കുക. In eukaryotic cell transcription, RNA splicing and RNA capping takes place inside the. What is super question? എവിടെയാണ്? ന്യൂക്ലിയസ്. കാരണം യൂക്കാരിയോട്ടിൽ ജീനിൽ നിന്നും mRNA ഉണ്ടാകാൻ ശ്രമം നടക്കുന്ന ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ ആ ജീനിൻ്റെ സിസ്ട്രോണിൻ്റെ പ്രത്യേകത കൊണ്ട് ആദ്യം ഉണ്ടാകുന്നത് HNRNA ആണ് അല്ലേ? എന്നിട്ട് HNRNA പിന്നെ പ്രോസസ്സിങ്ങിലൂടെയാണ്, അതിലൂടെയാണ് mRNA ആക്കി മാറ്റുക. അപ്പോൾ HNRNA mRNA ആയിട്ട് വരുന്ന പ്രോസസ്സിങ്ങിൽ വരുന്ന 3 പരിപാടികളുണ്ട്. വട്ട് ഈസ് ഇറ്റ്? അതാണ് ഓർഡറിൽ ക്യാപ്പിംഗ്, ടെയിലിംഗ്, സ്പ്ലൈസിങ്.
ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ സാധനം ന്യൂക്ലിയസിന് പുറത്തേക്ക് വരിക. അപ്പോൾ യൂക്കാരിയോട്ടിൽ ട്രാൻസ്ക്രിപ്ഷനും ക്യാപ്പിംഗ് ടൈലിംഗ് സ്പൈസിംഗ് എല്ലാം നടക്കുന്ന അവിടെ എല്ലാം ന്യൂക്ലിയസ്. എവിടെയാണ് DNA ഇരിക്കുന്നത് അവിടെയാണ് ഈ സാധനങ്ങളെല്ലാം ഉണ്ടാകുക. mRNA മാത്രമാണ് ന്യൂക്ലിയസിന് പുറത്തേക്ക് വരിക. സോ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. RNA സ്പ്ലൈസിംഗ് ആൻഡ് RNA ക്യാപ്പിംഗ് ടേക്സ് പ്ലേസ് ന്യൂക്ലിയസ്. ഓക്കെ, യെസ്. അടുത്ത് നോക്കുക. റെഗുലേറ്ററി ജീൻസ് ആർ ജീൻ ദാറ്റ്. റെഗുലേറ്ററി ജീൻസ് അപ്പോൾ അത് ഓപ്പറോൺ മോഡലിൻ്റെ ഭാഗമായിട്ടോ അല്ലാതൊക്കെ പറയുമ്പം റെഗുലേറ്ററി ജീൻ എന്ന് പറയുമ്പം അതൊരിക്കലും ആ പ്രോട്ടീനെ എൻസൈമിനെ കോഡ് ചെയ്യുന്നതല്ല. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. കോഡ് ഫോർ റിപ്രസർ പ്രോട്ടീൻ അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുകയില്ല. ആർ ട്രാൻസ്ക്രൈബ്ഡ് കണ്ടിന്യൂസ്ലി ഒരിക്കലും പറയാൻ പറ്റുകയില്ല. ആർ നോട്ട് എ പാർട്ട് ഓഫ് സ്ട്രക്ചർ ജീൻ ദ കൺട്രോൾ. ഇതല്ലേ ആൻസർ വരിക. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 27. വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർ ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ്ലി മാച്ച്ഡ്. റൈബോസോമൽ RNA ക്യാരീസ് അമിനോ ആസിഡ് ടു ദ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. തെറ്റ്. കാരണം സൈറ്റ് ഓഫ് പ്രോട്ടീൻ ഫോർമേഷൻ റൈബോസോം അതിലേക്ക് കൊണ്ടുപോകുന്നത് മെസ്സേജ് കൊണ്ടുവരുന്നയാൾ mRNA. റൈബോസോമൽ RNA റൈബോസിൻ്റെ സ്ട്രക്ചർ പാർട്ടേ ആകുന്നുള്ളൂ. ദെൻ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് ബൈ വിച്ച് പ്രോട്ടീൻ സിന്തസൈസ്ഡ്. തെറ്റ്. പ്രോട്ടീൻ ഫോം ചെയ്യുന്ന പരിപാടി ട്രാൻസ്ലേഷനാണ്. ദെൻ ട്രാൻസ്ലേഷൻ പ്രോസസ് ബൈ വിച്ച് mRNA ക്യാരീസ് ദ ഇൻഫർമേഷൻ ഫ്രം ന്യൂക്ലിയസ് ടു റൈബോസോം. തെറ്റ്. ദെൻ ആൻറ്റികോഡോൺ site of a tRNA molecule that binds to the mRNA. That is correct. This is the answer. കാരണം tRNAയുടെ നമുക്കറിയാം ആൻറ്റികോഡോൺ ആമിൽ 3 ബേസുകൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. സോ ദിസ് ഈസ് ദി ആൻറ്റികോഡോൺ. പ്രത്യേകത ദിസ് ഈസ് കോംപ്ലിമെൻ്ററി ടു എനി ഓഫ് ദി സെൻസ് കോഡോൺ ഓഫ് mRNA. സോ ആൻറ്റികോഡോൺ കോംപ്ലിമെൻ്ററി എനി ഓഫ് ദി സെൻസ് കോഡോൺ ഓഫ് mRNA. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭാഗം ഉപയോഗിച്ചാണ് tRNA മെസ്സേജ് വായിച്ച് നോക്കുക. സോ സൈറ്റ് ഓഫ് tRNA മോളിക്യൂൾ ദാറ്റ് ബൈൻഡ്സ് ടു ദ mRNA മോളിക്യൂൾ ഇൻ കറക്റ്റ്. ബാക്കിയെല്ലാം തെറ്റല്ലേ? യെസ്, ആൻസർ ഈസ് ഓപ്ഷൻ 4. അടുത്ത് നോക്കുക. യെസ്, എക്സോൺ ഹെൽപ്പ് ഇൻ ദ സിന്തസിസ്. വാട്ട് എ സൂപ്പർ ക്വസ്റ്റ്യൻ. എന്നതാ എക്സോൺ? നമുക്കറിയാം ഒരു യൂക്കാരിയോട്ടിക് സിസ്ട്രോൺ എടുത്താൽ സിസ്ട്രോൺ ബേസിക്കലി പറയുമ്പോൾ പാർട്ട് ഓഫ് DNA വിച്ച് കോഡ് ഫോർ എ പ്രോട്ടീൻ. പക്ഷേ നമ്മുടെ യൂക്കാരിയോട്ടിക് സിസ്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സിസ്ട്രോൺ ഹെട്രോജീനസ്. ഇതിനകത്ത് കോഡിങ് നോൺ കോഡിങ് പാർട്ടുകളുണ്ട്. ഞാനത് കോഡിങ് പാർട്ടാണല്ലോ എക്സോൺ. നോൺ കോഡിങ് പാർട്ട് ഇസ് ഇൻട്രോൺ. ഇസ് ഇറ്റ്? ഇതൊക്കെ എക്സോൺ, ഇത് ഇൻട്രോൺ അല്ലേ? അപ്പോൾ എക്സോൺ ആണ് കോഡിങ് പാർട്ട്. ഇതാണ് കോഡിങ് പാർട്ട്. ഇനി എക്സ്പ്രഷൻ്റെ ഭാഗമായിട്ട് ആദ്യം RNA ഉണ്ടാകുമ്പം ആദ്യം ഉണ്ടാകുന്ന HNRNA ഇത് വരും. പിന്നെ ഇത് HNRNA പ്രോസസ്സിങ്ങിൻ്റെ സ്പ്ലൈസിങ്ങിൻ്റെ സമയത്ത് ഇൻട്രോൺസുകളെ മുറിച്ചു മാറ്റി എക്സോൺസുകൾ കൂട്ടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന mRNA. എന്നിട്ട് mRNAയിൽ നിന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുക. അപ്പോൾ തീർച്ചയായിട്ടും എക്സോണും ഇൻട്രോണും കമ്പയർ ചെയ്യുമ്പോൾ എക്സോൺ ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് വാട്ട്? പ്രോട്ടീൻ. എക്സോണിൽ നിന്നാണ് ശരിക്കും പ്രോട്ടീൻ ഉണ്ടാകുക. ഓക്കെ, സോ എക്സോൺ ഹെൽപ്പ് ഇൻ ദ സിന്തസിസ് ഓഫ് വാട്ട്? പ്രോട്ടീൻ. വാട്ട് എ സൂപ്പർ ക്വസ്റ്റ്യൻ. അടുത്തൊക്കെ നമ്പർ ഓഫ് സ്ട്രക്ചർ ജീൻസ് ഇൻ ലൈക്കോപ്രോൺ. നമുക്കറിയാം ലൈക്കോപ്രോണിൽ ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് എത്രയാണ്? 6 ആണ് അല്ലേ? 6 പേരിൽ 3 പേര് കൺട്രോളിങ് എലമെൻസ് ആണ്. റെഗുലേറ്റർ ജീന്, പിന്നെ ഓപ്പറേറ്റർ ജീന്, പ്രൊമോട്ടർ. ബാക്കി 3 പേരാണ് സ്ട്രക്ചർ ജീൻസ്. സ്ട്രക്ചർ ജീൻസ് ആർ വാട്ട്? ZYA. What do you mean by structure genes? Gene which code for protein or enzyme. അതിനാണ് സിസ്ട്രോൺ. ഇപ്പോൾ ലൈക്കോപ്രോണിൽ ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് 6. ഔട്ട് ഓഫ് 6, 3 ആർ കൺട്രോളിങ് എലമെൻറ്റ്സ്. ഓക്കെ, ആൻഡ് റിമൈനിങ് 3 ആർ സ്ട്രക്ചർ ജീൻസ്. സോ സ്ട്രക്ചർ ജീൻസ് എത്രയാണ്? 3. ഏതൊക്കെയാ? ZYA. ഓക്കെ, അടുത്തത് മാച്ച് ദ ഫോളോയിങ്. ഇപ്പോൾ നമുക്കറിയാം കോഡോൺസിൻ്റെ, ഇപ്പോൾ നമുക്കറിയാം mRNAയുടെ കാര്യം പറയുമ്പോൾ പ്രധാനപ്പെട്ട ജനറ്റിക് കോഡ്. അപ്പോൾ ജനറ്റിക് കോഡ് 64 ഉണ്ട്. 64 നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. എങ്കിലും അതിനകത്ത് കൂടുതൽ പ്രാധാന്യമുള്ള ചില കോഡോൺസുകളുണ്ട്. പ്രത്യേകിച്ച് 9 എണ്ണം. ഹോമോജീനസ് കോഡോൺസ് ആയിട്ട് വരുന്ന 4 എണ്ണം. പിന്നെ സ്റ്റോപ്പ് കോഡോൺസ് ആയിട്ട് വരുന്നൊരു 3 എണ്ണം. പിന്നെ കോഡോൺ സ്പെസിഫിക് അമിനോ ആസിഡിൻ്റെ കോഡോൺ. അതിൻ്റെ അർത്ഥം എന്നതാ? നമുക്കറിയാം 2 അമിനോ ആസിഡ് ഒഴികെ ബാക്കി അമിനോ ആസിഡുകൾക്കെല്ലാം മോർ ദാൻ 1 കോഡോൺസ് ഉണ്ട്. പക്ഷേ 2 അമിനോ ആസിഡുകൾക്ക് മാത്രം ഓരോ കോഡോൺ വീതമേ ഉള്ളൂ. അവരാണ് നമ്മൾ കോഡോൺ സ്പെസിഫിക് അമിനോ ആസിഡ് എന്ന് പറയും. അങ്ങനത്തെ 2 അമിനോ ആസിഡുകളായ മെഥിയോണൈൻ, ട്രിപ്റ്റോഫാൻ്റെ കോഡോൺസ് AUG ആൻഡ് UGG റെസ്പെക്റ്റീവ്ലി. ഇപ്പോൾ സാധാരണ ഇങ്ങനത്തെ കോഡോൺസുകളാണ് സാധാരണ ഇൻഡിവിജ്വൽ കോഡോൺസ് ആയിട്ട് ചോദിക്കാറ്. അതെല്ലാം കൂടെ കോർത്തിണക്കിയ ഒരു ക്വസ്റ്റൻ ആണിത്. ഇനിഷ്യേഷൻ കോഡോൺ തീർച്ചയായിട്ടും ഏതാ? AUG. അപ്പോൾ അത് കോഡോൺ സ്പെസിഫിക് അമിനോ ആസിഡ് മെഥിയോണൈൻ അതിൻ്റെ കോഡോണാണ്. ദെൻ ഫസ്റ്റ് ഡെസിഫൈഡ് കോഡോൺ UUU. ഫിനൈൽ അലനൈൻ്റെ കോഡോണാണ്. ആംബർ എന്നറിയപ്പെടുന്ന സ്റ്റോപ്പ് കോഡോൺ UAG. സോ ആംബർ ഇസ് 4. ഒക്കർ എന്നറിയപ്പെടുന്നത് UAA 3. ഒപ്പൽ UGA 2. ദെൻ കോഡോൺ ഫോർ ട്രിപ്റ്റോഫാൻ വീണ്ടും
കോഡൺ സ്പെസിഫിക് അമിനോ ആസിഡായ ട്രിപ്റ്റോഫാൻ്റെ കോഡൺ ഒറ്റ കോഡണേ ഉള്ളൂ. ഏതാണത്? UGG. സോ 1. സോ 65431. 65431 ഓപ്ഷൻ 1. ഓക്കെ. അടുത്തേക്ക് പ്രോകാരിയോട്ടിക് സെൽസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ. പ്രോകാരിയോട്ടിൻ്റെ പ്രത്യേകത ഓർമ്മയുണ്ടോ? പ്രോകാരിയോട്ട് DNA ആണെന്ന് സങ്കല്പിക്കുക. പ്രോകാരിയോട്സിൻ്റെ DNA എടുത്താൽ പാർട്ട് ഓഫ് DNA വിച്ച് കോഡ് ഫോർ എ പ്രോട്ടീൻ സിസ്ട്രോൺ. ഇതിങ്ങനെ ഒന്നിൽ കൂടുതൽ ഒരുമിച്ചിരിക്കുന്ന കഥ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇതൊക്കെ സിസ്ട്രോൺ ആണ്. അപ്പം എന്താ ഇമ്പാക്റ്റ്? ഈ സിസ്ട്രോൺ ഹോമോജിനസ് കൂടെ അടങ്ങിക്കുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ്റെ സമയത്ത് RNA പോളിമറൈസ് വരുമ്പോൾ ഇതിനെ ഒരുമിച്ച് ഇങ്ങനെ ഒരു mRNA ആക്കി മാറ്റും അല്ലേ? എന്നിട്ട് ഈ mRNA പ്രോട്ടോപ്ലാസിലേക്ക് വരുമ്പം ട്രാൻസ്ലേഷൻ പെട്ടെന്ന് നടത്താൻ വേണ്ടി ഒന്നിൽ കൂടുതൽ റൈബോസം ഇങ്ങനെ ബൈൻഡ് ചെയ്യുമല്ലോ. സിംബോളിക് ഡയഗ്രമാണ്. അപ്പം അങ്ങനെ ഗ്രൂപ്പ് ഓഫ് റൈബോസം അറ്റാച്ചസ് ടു 1 mRNA പറയുന്നത് വരണതാ പോളിസോംസ് അല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം പ്രോകാരിയോട്സ് ആർ ഹാവിങ് പോളിസിസ്ട്രോണിക് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആൻഡ് പോളിസോം. അപ്പം ഏത് വരും? പോളിസിസ്ട്രോണിക് mRNA വിത്ത് പോളിസോം. ആൻസർ ഈസ് ഓപ്ഷൻ 3. അവരുടെ പോളിസിസ്ട്രോണിക് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു, ഇതിൽ നിന്നുണ്ടാകുന്ന ഒറ്റ mRNAയിലേക്ക് ഒന്നിൽ കൂടുതൽ പ്രോട്ടീനെ മെസ്സേജ് വരുമ്പോൾ ഈ mRNA പോളിസിസ്ട്രോണിക് ആണ്. പോളിസിസ്ട്രോണിക് mRNA വരുന്നിടത്തൊക്കെ എഫിഷ്യൻ്റ് ട്രാൻസ്ലേഷൻ്റെ ഭാഗമായിട്ട് ഒന്നിൽ കൂടുതൽ റൈബോസോം ഒരുമിച്ച് അറ്റാച്ച് ചെയ്യും. അതാണ് ഈ പോളിസോം. അപ്പോൾ അതുകൊണ്ട് പോളിസോം ഒരിക്കലും യൂക്കാരിയോട്ടിൽ വരികയില്ല, പിന്നെയോ പ്രോകാരിയോട്ട്. ഓക്കെ. യെസ്. നെക്സ്റ്റ് വൺ. വിച്ച് വൺ ഈസ് നോട്ട് എ ക്രൈറ്റീരിയ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ? DNA-യും RNA-യും തമ്മിൽ ജീനായിട്ടുള്ള മത്സരത്തിൽ നമുക്കറിയാം RNA-യേക്കാൾ DNA അനുകൂലിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം സ്റ്റെബിലിറ്റിയാണ്. പക്ഷെ അതൊക്കെ വരുന്നതിന് മുമ്പ് പ്രോട്ടീനൊക്കെ ജീനായിട്ട് സങ്കല്പിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ട് ജീൻ എന്തായിരിക്കണമെന്നൊരു റിസർച്ചൊക്കെ വന്നപ്പോൾ ജീനിൻ്റെ പ്രോപ്പർട്ടീസുകളായിട്ട് കണ്ടുപിടിച്ചിട്ട് 4 പോയിന്റ് നമുക്ക് എൻസൈഡ് ബുക്ക് പഠിക്കാനുണ്ട്. അതെന്തൊക്കെയാണ്? ഡ്യൂപ്ലിക്കേഷൻ്റെ പവർ ഉണ്ടായിരിക്കണം, സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം, സ്ലോ ഇല്ലെങ്കിൽ മ്യൂട്ടേഷൻ്റെ കഴിവുണ്ടായിരിക്കണം, എക്സ്പ്രഷൻ ഓഫ് ക്യാരക്ടർ അല്ലേ? അല്ലാതെ ഷുഡ് ബി സിംഗിൾ സ്റ്റാൻഡേർഡ് എന്ന ജീനിൻ്റെ ഒരു ക്രൈറ്റീരിയ ആണോ? അല്ല. അപ്പോൾ ജീനിൻ്റെ ക്രൈറ്റീരിയ അല്ലാത്തത് ഏതാ? ഈ ഷുഡ് ബി സിംഗിൾ സ്റ്റാൻഡേർഡ് ഒരിക്കലും ക്രൈറ്റീരിയ അല്ല. ഇത് ക്രൈറ്റീരിയ ആണെങ്കിൽ DNA ഒരിക്കലും ജീനാകില്ലല്ലോ. ബാക്കിയെല്ലാം അതിൻ്റെ ക്രൈറ്റീരിയ ആണ്. ഓക്കെ. യെസ്. ഐ തിങ്ക് ദ ലാസ്റ്റ് വൺ. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോട്ടീൻ ഈസ് ഫോംഡ് ബൈ ദ എക്സ്പ്രഷൻ ഓഫ് Y ജീൻ? കുറച്ച് മുമ്പ് നമ്മളൊരു ക്വസ്റ്റിൻ്റെ കൂടെ പറഞ്ഞതാണ് ലൈക്കോപ്രോൺ. ഇതിനകത്ത് ടോട്ടലി 6 ജീൻസ് അല്ലേ? അതിൽ സ്ട്രക്ചർ ജീൻസ് ആർ ഓൺലി 3. ഏതൊക്കെയായിരുന്നു? ZYA. Z കോഡ് ഫോർ ബീറ്റ ഗാലക്ടോസിലേസ്, Y കോഡ് ഫോർ പെർമിയേസ്, A കോഡ് ഫോർ ട്രാൻസ് അസറ്റൈലേസ്. അപ്പോൾ ഏതൊരു ആൻസർ? പെർമിയേസ്. ഓക്കെ. അപ്പോൾ നമ്മുടെ CUT മോഡലിൻ്റെ നമ്മുടെ ജെനറ്റിക്സ്, റീപ്രൊഡക്ഷൻ മുതലായ ഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻസുകൾ ഇവിടെ പൂർത്തിയാകുവാണ്. ഇനിയുള്ള സുവോളജി പാർട്ടാണ്. സുവോളജി പാർട്ട് നിങ്ങൾക്ക് വേറൊരു സാർ വന്നെടുക്കും. സോ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുവാണ്. സോ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ചു ചോദിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. സോ കൂടുതൽ പഠിക്കുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലാരിഫൈ ചെയ്യുക. ഓക്കെ. താങ്ക് യു. ബൈ. Welcome dear students. Today we are going to discuss the question paper. അതിൽ വരുന്ന ടോപ്പിക്സ് റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ആനിമൽ ഹസ്ബൻഡറി, എവല്യൂഷൻ. ഈ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ. ലെറ്റ് us go straight through the questions. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പം ആൻസർ നിങ്ങൾ എന്താ പറയുക നോക്കിക്കോണം. അതുപോലെ കീസ്, അതുപോലെ ഓപ്ഷൻസ് വരുമ്പം ആ ഓപ്ഷൻസും കൂടി ഡിസ്കസ് ചെയ്തായിരിക്കും പോവുക. So let us start with the questions. The first question is, in which phase estrogen gradually increases? 1 follicular phase, 2 luteal phase, 3 secretory phase, 4th one both 1 and 2. These are the phases included in the menstrual cycle. Menstrual cycle phases ആണ് ഈ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേത് ഫേസിലാണ് ഈസ്ട്രോജൻ ഇൻക്രീസ് ചെയ്യുന്നത് നോക്കാം. Menstrual phase divided into following phases such as the first one is what the follicular phase, ovulatory phase, then comes the luteal phase or in the secretory phase, and the secretory phase leads to what? Menstrual phase. Menstrual phase ലേക്കായിരിക്കും വരിക. So these are the different phases in the menstrual cycle.
അതിൽ ഫസ്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു ഒരു മെൻസുറേഷൻ തൊട്ട് അടുത്ത മെൻസുറേഷൻ വരെയുള്ള ആ രണ്ട് ഫേസസിൻ്റെ ഇടയ്ക്ക് വരുന്ന സൈക്ലിക് ഇവൻറ്റ്സ്, അതിനെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് മെൻസുറസ്. വൺ മെൻസുറസ് സൈക്കിൾ കോൺസ്റ്റിറ്റ്യൂട്ട് എവിടെ തൊട്ട് എവിടെ വരെയാ, ഒരു മെൻസുറൽ ഫേസ് തൊട്ട് അടുത്ത സൈക്കിളിൻ്റെ മെൻസുറൽ ഫേസ് വരെയുള്ള സീരീസ് ഓഫ് ഇവൻറ്റ്സിനെയാണ് നമ്മൾ ഒരു മെൻസുറൽ സൈക്കിളായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് മെൻസുറൽ സൈക്കിൾ. മെൻസുറൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ടേക്സ് അബൌട്ട് 3 to 5 days വരുന്നുണ്ട്. അവിടെയാണ് എന്താണ് ദ എൻഡോമെട്രിയൽ ലൈനിങ് റപ്ചേഴ്സ് ആൻഡ് ലീഡ് ടു വാട്ട് ബ്ലഡ് വെസൽസ് റപ്ചർ ചെയ്തിട്ട് ദാറ്റ് വിൽ ലീഡ് ടു വാട്ട് ബ്ലീഡിങ്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് അറ്റ് ദാറ്റ് ടൈം ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവം, ടിഷ്യൂ ഡെബ്രിസ്, ഇതെല്ലാം എന്താ ഇറ്റ് ഫ്ലോസ് ഔട്ട് അലോങ് വിത്ത് ദി ബ്ലഡിൻ്റെ കൂടെ വജൈനൽ ഡിസ്ചാർജ് ആയിട്ട് പുറത്തേക്ക് സെക്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് പോകും. It is followed by the next phase, and that phase is called what? The follicular phase, that extends from 6 to 14 days വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഫേസ് ആണ് ഏത്? ഫോളിക്കുലാർ ഫേസ്. നെക്സ്റ്റ് ഫേസ് ഈസ് ദി ഫോളിക്കുലാർ ഫേസ്. ഫോളിക്കുലാർ ഫേസ്. ആൻഡ് ദീസ് ഫോളിക്കുലാർ ഫേസ് എടുക്കുമ്പം ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം 6 to 14 days വരെ ആയിരിക്കും എക്സ്റ്റെൻഡ് ചെയ്ത് പോവുക. 6 to 14 days. ഈ സമയത്ത് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് FSH വാട്ട് ഹാപ്പൻസ്? ദ ഒവേറിയൻ ഫോളിക്കിൾസ് സ്റ്റാർട്ട് ഡെവലപ്പിംഗ്. ഒവേറിയൻ ഫോളിക്കിൾസ് സ്റ്റാർട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് വിച്ച് ഹോർമോൺ? ദാറ്റ് ഈസ് FSH. And from the developing ovarian follicle secretes the hormone that is called what? Estrogen. Estrogen secretion ഉണ്ടാകും. And what is the function of estrogen? Estrogen function എന്താ? It is concerned with proliferation of endometrium. Proliferation of endometrium. അപ്പോൾ മെൻസ്ട്രുവേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡാമേജിനെ റിപ്പയർ ചെയ്യുന്ന ആളാണ് ആര്? ദ ഹോർമോൺ ദാറ്റ് ഈസ് കോൾഡ് ഈസ്ട്രോജൻ. അപ്പോൾ ഈസ്ട്രോജൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊലിഫറേഷൻ ഓഫ് എൻഡോമെട്രിയം ആണ്. സോ ഡ്യൂറിങ് ദ ടൈം അല്ലെങ്കിൽ ഡ്യൂറിങ് വാട്ട് ദ പ്രൊലിഫറേറ്റീവ് ഫേസ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഫോളിക്കുലാർ ഫേസ്, ഈ സമയത്ത് ഒവേറിയൻ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുകയും ആ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒവേറിയൻ ഫോളിക്കിൾസിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ. ആൻഡ് ദാറ്റ് കോസസ് പ്രൊലിഫറേഷൻ ഓഫ് എൻഡോമെട്രിയം. അപ്പോൾ തീർച്ചയായിട്ടും ഫോളിക്കുലാർ ഫേസിൽ ഏത് ഹോർമോൺ ആയിരിക്കും ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് വരിക? ദാറ്റ് ഈസ് ദ ഈസ്ട്രോജൻ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഫേസിൽ ഏതിൻ്റെ ഇൻക്രീസ് ഉണ്ട്? ദർ ഈസ് എ ഗ്രാജുവൽ ഇൻക്രീസ് ഓഫ് വാട്ട്? ഈസ്ട്രോജൻ്റെ ഇൻക്രീസ് ഉണ്ട്. ഇനി അടുത്ത ഫേസിൻ്റെ പ്രത്യേകത നോക്കാം. ദ സെക്കൻഡ് ആഫ്റ്റർ 14th ഡേയിൽ 28 day മെൻസ്ട്രുവൽ സൈക്കിൾ ആണെങ്കിൽ 14th ഡേയിൽ എന്ത് നടക്കും? ഓവുലേഷൻ ഹാപ്പൻസ്. ഓക്കെ, ആ സമയത്ത് ദിസ് ഗ്രാഫിയൻ ഫോളിക്കിൾ, ഫുള്ളി ഡെവലപ്ഡ് ഒവേറിയൻ ഫോളിക്കിൾ ഈസ് കോൾഡ് വാട്ട്? ഗ്രാഫിയൻ ഫോളിക്കിൾ. ആൻഡ് ദ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചേഴ്സ് ടു റിലീസ് ദി ഓവം. So what take place? Ovulation under the influence of which hormone? That is LH ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസോട് കൂടിയാണ് ഓവുലേഷൻ നടക്കുന്നത്. The third phase, that is called luteal phase or secretory phase. What is the peculiarity of the luteal phase? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. In the luteal phase പേരിൽ തന്നെ ഉണ്ട്. Here ruptured Graafian follicle, it is converted to corpus luteum. Yellowish colored structure ആണ് in the corpus luteum, and this corpus luteum is a temporary endocrine gland. It secretes a hormone called what? Progesterone. Progesterone is the main hormone. അതിൻ്റെ കൂടെ ഏതും വരുന്നുണ്ട്? ഈസ്ട്രോജൻ്റെ റിലീസും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഹോർമോൺ ഏതാ? പ്രൊജസ്ട്രോൺ ആണ്. ഈസ്ട്രോജൻ ഉണ്ട്, പക്ഷേ പ്രൊജസ്ട്രോണിനേക്കാൾ കുറവായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 3 ഓപ്ഷൻസ് ആണ്, ഈ 2 ഓപ്ഷൻസ് മാത്രമേ നമ്മളുടെ എന്താ പറയുക ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനകത്ത് കൊടുത്തിട്ടുള്ളൂ. ദാറ്റ് ഈസ് ലൂട്ടിയൽ ഫേസ്, ഓൾസോ നോൺ ആസ് വാട്ട്? ലൂട്ടിയൽ ഫേസിന് പറയുന്ന മറ്റൊരു പേരാണ് സെക്രീറ്ററി ഫേസ്. ഓക്കെ, 14 to 28 ഡേയ്സിനിടയ്ക്ക് വരുന്ന ഫേസ് ആണ് ഏത്? ലൂട്ടിയൽ ഫേസ്, അതർവൈസ് നോൺ ആസ് വാട്ട്? സെക്രീറ്ററി ഫേസ് എന്ന് പറയുന്നത്.
അപ്പം ഈ 3 ഫേസിലും അല്ലെങ്കിൽ ഈ പറയുന്ന 3 ഫേസിലും എവിടെയാണ് ഈസ്ട്രോജൻ്റെ ഇൻക്രീസ് നമുക്ക് കറക്റ്റായിട്ട് തിയറി പാർട്ട് അറിയാമെങ്കിൽ അപ്പം തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. ദി ആൻസർ ഈസ് 1, ദാറ്റ് ഈസ് ഫോളിക്കുലാർ ഫേസ്. ക്ലിയർ ആണല്ലോ. ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസ് എന്ന് പറയുന്നിടത്ത് ദ ഹോർമോൺ മാക്സിമം കാണുന്നത് ഏതായിരിക്കും? പ്രൊജസ്ട്രോണിൻ്റെ ലെവലായിരിക്കും കൂടുതലായിട്ട് കാണുക. സോ ദി ആൻസർ ഈസ് വാട്ട്? 1. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന്. വിച്ച് യൂട്രൈൻ ലെയേഴ്സ് അണ്ടർഗോസ് സൈക്ലിക് ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രുവൽ സൈക്കിൾ? മെൻസ്ട്രുവൽ സൈക്കിളിലെ ഉണ്ട് അല്ലെങ്കിൽ സൈക്ലിക്കൽ ചേഞ്ചസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. സൈക്ലിക്കൽ ചേഞ്ചസ് ഒക്കേഴ്സ് ഇൻ വിച്ച് ലെയർ ഓഫ് ദി യൂട്രസ് എന്നാണ് ചോദ്യം. Uterus is formed of, if this is the structure of the uterus, if this is the structure of the uterus, the uterine cavity is formed of 3 layers ആണ് അല്ലേ? The outermost layer എന്ന് പറയുന്നത് that is known as ഒരു thin layer ആണ്. That is called perimetrium. Perimetrium എന്ന് പറയും. Inner to the perimetrium there is a layer that is formed of smooth muscles, that is formed of in the smooth muscles, and that is the middle layer of the uterus. This layer is the middle layer of the uterus, and this layer is known as, ee layer nu parayuna perenda, this layer is called myometrium. Myometrium, which is formed of what? Smooth muscles കൊണ്ടുണ്ടാക്കിയ ലെയർ ആണ് myometrium. Then comes the next layer, that is known as endometrium. Inner to this muscle layer there is a presence of another layer, that is the innermost layer ആണ് ഏത്? That layer is called endometrium. Okay. And cyclical changes happens in this layer, that is known as what? Endometrium. അപ്പം നമ്മളുടെ യൂട്രസ് എടുക്കുമ്പോൾ അതിലെ 3 layers വെരി ഇമ്പോർട്ടൻ്റ് ആണ്. That is outer perimetrium, middle myometrium, and inner എന്താ? Endometrium. Endometrium എന്ന് പറയുന്നത് innermost glandular layer of the uterus ആണ്. ഈ endometrium എന്ന് പറയുന്ന ലെയറിലാണ് cyclical changes happens at an interval of how many days? 28 days. Okay. സോ ഏത് ലെയർ ആയിരിക്കും നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്? ആൻസർ ഈസ് ദ 3rd one, ദാറ്റ് ഈസ് എൻഡോമെട്രിയം ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. അപ്പം ഓർത്തിരിക്കണം 3 ലെയേഴ്സിൻ്റെ പേര്, അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ സൈക്ലിക്കൽ ചേഞ്ചസ്, മെൻസ്ട്രുവൽ സൈക്കിൾ പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സൈക്ലിക്കൽ ചേഞ്ചസ് ഏത് ലെയറിലായിരിക്കും? എൻഡോമെട്രിയത്തിലായിരിക്കും. അപ്പം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞതാണ് ഫോളിക്കുലാർ ഫേസിലാണ് പ്രൊലിഫറേഷൻ ഓഫ് എൻഡോമെട്രിയം ഓഫ് യൂട്രസ്, അല്ലെങ്കിൽ ആ യൂട്രസിൻ്റെ ഇന്നർ ലൈനിങ്ങിലാണ് പ്രൊലിഫറേഷൻ നടക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ? അതേസമയം ലൂട്ടിയൽ ഫേസ് ആകുമ്പം ഇവിടെ നമ്മൾ കുറച്ച് റിപ്പയർ വർക്കേ നടക്കുകയുള്ളൂ. അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ് ഏത്? ഹോർമോൺ പ്രൊജസ്ട്രോൺ. ഓക്കെ. മെയിൻ്റെനൻസ് ഓഫ് എൻഡോമെട്രിയം ഡ്യൂറിംഗ് ലൂട്ടിയൽ ഫേസ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ വിച്ച് ഹോർമോൺ? ദാറ്റ് ഈസ് പ്രൊജസ്ട്രോൺ. ആൻഡ് ദ പ്രൊലിഫറേഷൻ ഓഫ് എൻഡോമെട്രിയം is controlled by which hormone? That is estrogen. Clear? So here the answer ഏതാണ്? The answer is 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Now the next question is, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. Hisardale was developed in Punjab by crossing Bikaneri Eve and the question. Okay, ഇത് നമ്മുടെ ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത്? ഹിസാർഡെയിലിൻ്റെ കാര്യം. ഏത് പോർഷനിലാണ് ഇത് പഠിച്ചത്? ആനിമൽ ബ്രീഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ്, ആനിമൽ ഹസ്ബൻഡറിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് തന്നെയാണ് ആനിമൽ ബ്രീഡിംഗ് അല്ലേ? ആനിമൽ ബ്രീഡിംഗ് ഓൾസോ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ. കാരണം നമ്മളുടെ ഉദ്ദേശം എന്താ? ദ ബെസ്റ്റ് ബ്രീഡ്സിനെ നമുക്ക് എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യണം. സോ ദർ ആർ വേരിയസ് ടെക്നിക്സ് ടു പ്രൊഡ്യൂസ് വാട്ട്? ദ ബെറ്റർ ഈൽഡ്, ബെറ്റർ ഫോംസ് അല്ലെങ്കിൽ ബെറ്റർ ബ്രീഡ്. ഓക്കെ. സോ നമ്മൾ 2 ടൈപ്പ് ബ്രീഡിംഗ് ആണ് മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻ ബ്രീഡിംഗ് ആൻഡ് വാട്ട്? ഔട്ട് ബ്രീഡിംഗ്. ഓക്കെ. And this outbreeding, what is outbreeding? Outbreeding എന്ന് പറയുന്നത് that is a cross between the individuals of the same breed ആകാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബ്രീഡ്സ് ആകാം, അല്ലെങ്കിൽ എന്താകാം? ഡിഫറെൻറ്റ് സ്പീഷീസ് ആകാം. സോ വി ക്യാൻ ക്ലാസിഫൈ ദിസ് ഔട്ട്ബ്രീഡിങ്. ഔട്ട്ബ്രീഡിങ്ങിനെ നമുക്ക് outbreeding is classified into the first one in the, that is outcrossing ആണ്.
The second one is called cross breeding. And the third one is called what? That is interspecific breeding ആണ്. അപ്പോൾ രണ്ട് സ്പീഷീസുകൾ തമ്മിലുള്ള ബ്രീഡിംഗ് ആണ് ഇന്റർസ്പെസിഫിക് ബ്രീഡിംഗ്. അപ്പം നമുക്കറിയണം വാട്ട് ഈസ് ഔട്ട് ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ, ഔട്ട് ക്രോസിംഗ് എന്ന് പറയുമ്പം ദ സുപ്പീരിയർ മെയിൽ ആൻഡ് ഫീമെയിൽ ടേക്കൺ ഫ്രം ദ സെയിം ബ്രീഡാണ്. പക്ഷേ 4 to 5 ജനറേഷൻസ് വരെ അവർക്ക് കോമൺ ആൻസിസ്ട്രി ഉണ്ടാകാൻ പാടില്ല. കുറച്ച് അൺറിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ വേണം നമ്മൾ ബ്രീഡ് ചെയ്യിക്കാൻ. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് വാട്ട്? ഔട്ട് ക്രോസിംഗ്. ഓക്കെ, അപ്പോൾ ഇൻബ്രീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഫെർട്ടിലിറ്റി ലൂസ് ആവും അല്ലേ? ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് വാട്ട്? ഇൻബ്രീഡിങ് ഡിപ്രഷൻ. ഇൻ ഓർഡർ ടു അവോയ്ഡ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഒരു സിംഗിൾ ഔട്ട് ക്രോസ് ചെയ്താൽ മതി, ഇൻബ്രീഡിങ് ഡിപ്രഷൻ ക്യാൻ ബി അവോയ്ഡഡ്. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ ഒരേ ബ്രീഡാണ്, അതിൽ നിന്ന് സുപ്പീരിയർ മെയിലിനെ ഫീമെയിലിനെ സെലക്ട് ചെയ്യും. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 4 to 5 ജനറേഷൻസ് വരെ എന്തുണ്ടാകാൻ പാടില്ല? കോമൺ ആയിട്ടുള്ള ആൻസിസ്റ്റർ ഉണ്ടാകാൻ പാടില്ല. ദാറ്റ് ഈസ് ദ മെയിൻ തിങ് ആസ് ഫാർ ആസ് ഔട്ട് ക്രോസിംഗ് ഇസ് റിഗാർഡഡ്. ദ സെക്കൻഡ് വൺ ഈസ് വാട്ട്? ക്രോസ് ബ്രീഡിംഗ്. പേരിൽ തന്നെ ഉണ്ടല്ലേ, ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് ബ്രീഡുകളാണ്. അതൊരു സുപ്പീരിയർ മെയിൽ ഫ്രം വൺ ബ്രീഡ് ആൻഡ് സുപ്പീരിയർ ഫീമെയിൽ ഫ്രം അനദർ ബ്രീഡ് ഈസ് ടേക്കൺ ആൻഡ് ക്രോസ്ഡ്. മനസ്സിലായല്ലോ? നമ്മൾ ഈ പറയുന്ന പർട്ടിക്കുലർ എക്സാമ്പിൾ ഹിസാർ ഡെയിൽ എന്ന് പറയുന്ന എക്സാമ്പിൾ, ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വാട്ട്? ക്രോസ് ബ്രീഡിങ്ങിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ അവിടെ എടുത്തിരിക്കുന്ന ഏതൊക്കെയാണ്? ബിക്കാനേരി ഈവ്സും അതേപോലെ പിന്നെ എടുത്തിരിക്കുന്നത് ഏതാണെന്നറിയാവോ? മാരിനോ റാംസ്. ഇവയെ തമ്മിൽ ബ്രീഡ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത ഒരു വെറൈറ്റി, ഒരു വൂൾ ഷീപ്പാണ് ഏത്? ഹിസാർ ഡെയിൽ വാസ് ഡെവലപ്ഡ് ഇൻ പഞ്ചാബ്. ക്രോസിംഗ് ബിറ്റ്വീൻ ആരൊക്കെയാ? ബിക്കാനേരി ഈവ്സും പിന്നെ ആരൊക്കെയാണ്? മാരിനോ റാംസ്. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സോ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയൊരു ആൻസർ ആണ് ബിക്കാനേരി ഈവ്സ് ആൻഡ് മാരിനോ റാംസ്. സോ കറക്റ്റ് ആൻസർ ഈസ് 1 ആണ്. Now the next question is, നോക്കൂ, ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചോണം. കാരണം നന്നായിട്ട് തിയറി പാർട്ട് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾക്ക് തിയറി പാർട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ബൈ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. സെറട്ടോളി സെല്ല് പ്രൊവൈഡ് നറിഷ്മെന്റ് ഓർ ന്യൂട്രീഷൻ ടു ദ ജേം സെൽസ്. എന്താണ് സെറട്ടോളി സെൽസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ടെസ്റ്റിസ് പഠിക്കുമ്പോൾ, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ വി സ്റ്റഡി അബൌട്ട് വാട്ട് ദ ടെസ്റ്റിസ് അല്ലേ? ആൻഡ് ടെസ്റ്റിസ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു അബൌട്ട് 250 കമ്പാർട്ട്മെന്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദീസ് കമ്പാർട്ട്മെന്റ്സ് ആർ നോൺ ആസ്, ഈ കമ്പാർട്ട്മെന്റിന് പറയുന്ന പേരാണ്, ഇറ്റ് ഈസ് കോൾഡ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. അറൌണ്ട് 250 ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിന്റെ പ്രസൻസ് ആണ് ഉണ്ടാവുക. And one lobule contains about 1 to 3 seminiferous tubules in arrange ചെയ്തിട്ടുണ്ട്. ഒരു ലൊബ്യൂളിനകത്ത് 1 തൊട്ട് 3 സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പ്രസൻസ് ആയിരിക്കും വരിക. And these seminiferous tubules are lined by, ഈ seminiferous tubuleനെ ലൈൻ ചെയ്ത് കാണുന്ന. So this is what? These testicular lobules contain what? It contains seminiferous tubule. It contains seminiferous tubule. And these seminiferous tubules lined by, it is lined by what? Germinal epithelium. It is lined by germinal epithelium. Okay, and this germinal epithelium consists of 2 type of cells ആണുള്ളത്. The first one is a spermatogonia. Spermatogonia എന്ന് പറഞ്ഞാൽ sperm producing cells എന്നുള്ള അർത്ഥമാണ്, spermatogonia. And other one is a Sertoli cell. Okay, അത് സ്പെർമാറ്റോഗോണിയ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്തായി മാറും? സ്പാംസ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് ജാം സെൽസ് എന്ന് പറയാൻ കാരണം. ആൻഡ് ഈ സെറട്ടോളി സെൽസ് ആക്ട് ആസ് എന്തായിട്ട് ആക്ട് ചെയ്യും? ദേ ആക്ട് ആസ് നഴ്സ് സെൽസ് ആയിട്ട് ആക്ട് ചെയ്യും. ബിക്കോസ് ദേ പ്രൊവൈഡ് നറിഷ്മെന്റ് ടു വാട്ട്? ദ സ്പെർമാറ്റോഗോണിയ ഓർ ജാം സെൽസ്. ഓക്കെ, സോ ഇവിടെ പുറത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? പെർഫെക്റ്റ്ലി കറക്റ്റ് അല്ലേ? ദാറ്റ് ഈസ് സെറട്ടോളി സെൽസ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദി എന്താ? ജാം സെൽസ്. ദാറ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? കറക്റ്റ് ആണ്. Each ovary is covered by thin epithelium which encloses what? Ovarian stroma.
കറക്റ്റ് അല്ലേ? അതായത് വെൻ വി ടേക്ക് ദി സെക്ഷൻ, നമ്മൾ ഓവറിയുടെ സെക്ഷൻ എടുക്കുമ്പോൾ ഓവറിയെ സറൗണ്ട് ചെയ്തുകൊണ്ട് വി ക്യാൻ സീ ദ പ്രസൻസ് ഓഫ് എന്താണ്, വി ക്യാൻ സീ ദ പ്രസൻസ് ഓഫ് ദിസ് ജെർമിനൽ എപ്പിത്തീലിയം. അതിൻ്റെ ഉള്ളിലായിട്ട് ദർ ഈസ് എ പ്രസൻസ് ഓഫ് എ കണക്റ്റീവ് ടിഷ്യൂ ലെയറിൻ്റെ പ്രസൻസ് ഉണ്ട്. ആൻഡ് ദിസ് ലെയർ ഈസ് കോൾഡ്, ഇതിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന ഈ ലെയർ, ദാറ്റ് ലെയർ ഈസ് നോൺ ആസ്, ഈ ലെയറിന് പറയുന്ന പേര് that is called tunica albuginea. അതിനകത്താണ് we can see the presence of ovarian stroma which is differentiated into two regions. That is, outer region is called cortex. അതിൻ്റെ ഉള്ളിൽ വരുന്ന റീജിയനെ നമുക്ക് എന്ത് വിളിക്കാം? മെഡുല്ല എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്താണ് we can see the presence of എന്താ സ്കാറ്റേർഡ് ആയിട്ടുള്ള ovarian follicles കാണുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും എന്താ കറക്റ്റ് അല്ലേ? ഔട്ടർ ലെയർ ആണ് എന്ത്? ദാറ്റ് ഈസ് ലൈൻഡ് ബൈ ദ ജെർമിനൽ എപ്പിത്തീലിയം. ജെർമിനൽ എപ്പിത്തീലിയം, ക്ലിയർ? അപ്പോൾ ജെർമിനൽ എപ്പിത്തീലിയത്തിൻ്റെ ഉള്ളിലായിട്ട് ഒവേറിയൻ സ്ട്രോമ കാണുന്നു എന്ന് പറയുന്നതും എന്ത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണോ? സോ ദിസ് വൺ ഈസ് ഓൾസോ കറക്റ്റ്. Menstruation is repeated at an average interval of 28 to 29 days. അല്ലെ, സൈക്ലിക്കൽ ഇവൻറ്റ്സ് നടക്കുന്നത് ഒരു പീരീഡ് എന്ന് പറയുന്നത് at an interval of എന്താ 28 or 29 days. അതും കറക്റ്റ് ആണ്. Menstruation only occurs if the released ovum is fertilized. അവിടെ തെറ്റല്ലേ പറഞ്ഞിരിക്കുന്നത്? അവിടെ ഓവം ഫെർട്ടിലൈസേഷൻ നടന്നാൽ പിന്നെ മെൻസുറേഷൻ ഇല്ല. ഇറ്റ് മേ ലീഡ് ടു എന്താ പ്രഗ്നൻസിയിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ മാത്രമേ വാട്ട് വിൽ ഹാപ്പൻ? ദ സെക്രീറ്ററി ഫേസ് ലീഡ്സ് ടു മെൻസുറേഷൻ. കറക്റ്റ് അല്ലേ? അപ്പോൾ എന്തായിരുന്നു സെക്രീറ്ററി ഫേസ്? നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. വാട്ട് ഈസ് സെക്രീറ്ററി ഫേസ്? സെക്രീറ്ററി ഫേസ് അതർവൈസ് കോൾഡ് വാട്ട്? ലൂട്ടിയൽ ഫേസ് എന്നാണ് പറയുക. വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ലൂട്ടിയൽ ഫേസ്? ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം 14 to 28 ഡേയ്സ് വരെയുള്ള ഡ്യൂറേഷൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഫേസ് ആണ് ഏത്? ദാറ്റ് ഈസ് ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? During this phase, under the influence of the hormone that is LH, that is secreted from the anterior pituitary, what will happen? The Graafian follicle is converted to corpus luteum ആയി മാറി. Corpus luteum. And this corpus luteum secretes a hormone, mainly that is progesterone, and also it secretes what? Estrogen. Okay. And what is the function of the progesterone? എന്താണ് പ്രൊജസ്ട്രോണിൻ്റെ ഫംഗ്ഷൻ? പ്രൊജസ്ട്രോണിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ it is concerned with the maintenance of maintain endometrium. Maintenance of endometrium. എൻഡോമെട്രിയത്തിന് എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് പ്രിവെൻറ്റ്സ് ഫർദർ മെച്ചുർ അല്ലെങ്കിൽ പ്രിപ്പയർസ് യൂട്രസ് ഫോർ ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് യൂട്രസിനെ ഫുള്ളി പ്രിപ്പയർ ചെയ്യും. പ്രിപ്പയർസ് യൂട്രസ് ഫോർ എന്താ? ഇംപ്ലാന്റേഷൻ. അടുത്ത പോയിന്റ് എന്താണ്? ഇറ്റ് പ്രിവെൻറ്റ്സ് further maturation of ovum. കാരണം ഇപ്പോൾ ഓൾറെഡി ഒരു ഓവം ഉണ്ടല്ലോ, അപ്പോൾ ഉടനെ ഒരു ഓവത്തിൻ്റെ പ്രസൻസ് വേണോ? വേണ്ട. അപ്പോൾ ഈ ഫങ്ഷൻസ് എല്ലാം ക്യാരി ഔട്ട് ചെയ്യുന്ന ആളാണ് ആര്? പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണിൻ്റെ മെയിൻ ഫങ്ഷനാണ്. എന്ന് മാത്രമല്ല ഈ പറയുന്ന ഫങ്ഷൻസ് കൂടാതെ ഈ സമയത്ത് യൂട്ടറൈൻ ഗ്ലാൻസ് സെക്രീറ്റ്സ് മ്യൂക്കസിൻ്റെ സെക്രീഷൻ കൂടുതലായിട്ട് വരും. ക്ലിയർ ആണല്ലോ? അങ്ങനെ യൂട്രസ് ഈസ് ഫുള്ളി പ്രിപ്പയർഡ് ഫോർ ദി പർപ്പസ് ഓഫ് എന്താ ഫെർട്ടിലൈസേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ഇംപ്ലാന്റേഷൻ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായല്ലോ? ഈ സമയത്ത് ഈ പർട്ടിക്കുലർ ഫേസിൽ എന്താ തീരാറാകുമ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യും? കോർപ്പസ് ലൂട്ടിയം ഡിസിൻറ്റിഗ്രേറ്റ്സ്. If fertilization not happen, അല്ലേ, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ ലീഡ് ടു എന്താ പ്രഗ്നൻസി. ഈ ഫെർട്ടിലൈസേഷൻ നോട്ട് ഹാപ്പൻ, വാട്ട് വിൽ ഹാപ്പൻ? കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യും? റപ്ചർ ചെയ്യും. മനസ്സിലായല്ലോ? കോർപ്പസ് ലൂട്ടിയം റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ദ പ്രൊജസ്ട്രോൺ ലെവൽ ഡിക്രീസ് ചെയ്യും.
So what will start? It will lead to menstruation. അപ്പോൾ പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കുറയുമ്പോഴേക്കും നമ്മൾ യൂട്രസിന് എന്താ പറയുക ആ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ റപ്ചർ ചെയ്യാൻ തുടങ്ങും. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ലീഡ് ടു നെക്സ്റ്റ് കണ്ടീഷൻ, next phase, or we can say it will lead to the menstruation. So these are the properties, these are the things happening during which phase? Luteal phase നടക്കുന്ന ചേഞ്ചസ് ആണ് ഇത്രയും കാര്യങ്ങൾ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ? ഈ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എക്സ്ട്രീംലി റോങ് അല്ലേ? സോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. പ്ലാസൻഡ ഓൾസോ ആക്ട് ആസ് എൻഡോക്രൈൻ പോർഷൻ. എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഇത് പ്ലാസൻഡ. പ്ലാസൻഡ നമുക്കറിയാം ഇറ്റ് ഇസ് എ ഫിസിയോളജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ മദർ ആൻഡ് ഫീറ്റസ് ആണ് അല്ലേ? അതോടൊപ്പം തന്നെ പ്ലാസൻഡ എൻഡോക്രൈൻ എന്ന് പറയാൻ കാരണം വൈ ഇറ്റ് ഈസ് സെറ്റ് ടു ബി എൻഡോക്രൈൻ ഗ്ലാൻഡ്? ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസസ് ഹോർമോൺസ് സച്ച് ആസ്, ഓവറിയിൽ നിന്നും ഈസ്ട്രോജൻ വരുന്നുണ്ട്, പ്രൊജസ്ട്രോൺ വരുന്നുണ്ട്, അതുപോലെ ഇവിടുന്നും എന്ത് വരുന്നുണ്ട്? ഈസ്ട്രോജൻ, അതുപോലെ തന്നെ പ്രൊജസ്ട്രോജൻസ് അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ. ഓൾസോ സെക്രീറ്റ് ദ ഹോർമോൺ കോൾഡ് റിലാക്സിൻ. ഓവറിയിൽ നിന്നും റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? കോസസ് ദ റിലാക്സേഷൻ ഓഫ് അല്ലെങ്കിൽ കോസസ് ദ സ്മൂത്തനിങ് ഓഫ് വാട്ട് പ്യൂബിക് സിംഫൈസിസ് ദാറ്റ് ലീഡ് ടു ദ ഡയലേഷൻ ഓഫ് ദ സർവിക്സ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പാർച്ചുറേഷൻ. അപ്പോൾ പാർച്ചുറേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഇത് റിലാക്സിൻ. അപ്പോൾ ഡ്യൂറിംഗ് ദ ലേറ്റർ സ്റ്റേജസ് ഓഫ് ദ പ്രഗ്നൻസി ദിസ് റിലാക്സിൻ ഈസ് റിലീസ്ഡ് ഫ്രം ദി ഓവറി ആൻഡ് ഓൾസോ ഫ്രം മെയിൻലി ഫ്രം ഓവറി ബട്ട് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ഫ്രം വെയർ? ദി പ്ലാസൻഡ. Apart from these hormones, it also produces another hormone such as HCG. അത് നിങ്ങൾക്കറിയാം, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ആണ്. That is the hormone produced exclusively from placenta, and that is said to be the pregnancy confirmatory hormone. അപ്പോൾ pregnancy confirm ചെയ്യണമെങ്കിൽ ഇപ്പോൾ യൂറിൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ ഏത് ഹോർമോണിന്റെ ലെവലാണ് നോക്കുന്നത്? That is HCG ആണ്. That is known as human chorionic gonadotropin. അപ്പോൾ that is exclusively produced from where? The placenta. Then the next hormone produced from the placenta itself is called HPL. What is HPL? That is human placental lactogen. That is very essential for the development of what? Mammary gland in the development in milk in the formation. Okke sahayikkunna hormone aanu edu HPL, otherwise called a human placental lactogen. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് ഈ പറയുന്ന ഹോർമോൺസ് എല്ലാം റിലീസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തും പറയാം, പ്ലാസൻഡയ്ക്ക് എന്ത് റോളും ഉണ്ട്? എൻഡോക്രൈൻ റോൾ ഉണ്ടല്ലോ അല്ലേ? സോ ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ കറക്റ്റ്. അപ്പോൾ ഈ തന്നതിൽ 1, 2, 3 and 5 ആർ കറക്റ്റ് ആൻഡ് 4 അലോൺ ഈസ് ഫോൾസ്. സോ ദി ആൻസർ നമുക്ക് ഏത് കൊടുക്കാം? ദി ആൻസർ ഈസ് 4 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ആൻസർ ഏത് പറയാം? 4. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് മാച്ച് അല്ലേ? കറക്റ്റ് മാച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഫസ്റ്റ് മെൻസുറേഷൻ ഈസ് കോൾഡ് മെനോപോസ് അല്ല, ഫസ്റ്റ് മെൻസുറേഷൻ ഈസ് എ മെനാർക്ക് ആണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ? റോങ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാ? കറക്റ്റ് മാച്ച് ആണ്. സീസേഷൻ ഓഫ് മെൻസുറൽ സൈക്കിൾ മെനാർക്ക് അല്ല, ഇറ്റ് ഈസ് മെനോപോസ് ആണ്. അപ്പൊ അതും തെറ്റാണ്. ദി ഫസ്റ്റ് ഹാഫ് ഓഫ് ദ മെൻസുറൽ സൈക്കിൾ ഈസ് കോൾഡ് ലൂട്ടിയൽ ഫേസ് അല്ല, സെക്കൻഡ് ഹാഫ് 14 days കഴിഞ്ഞു വരുന്ന പാർട്ടിനെയാണ് എന്ത് പറയുക? ലൂട്ടിയൽ ഫേസ്. Okay, clitoris is in female is homologous to glans penis in male. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആയിട്ടാണ്, മാച്ചിങ് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആയിട്ടാണ്. സോ ദ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ക്ലിറ്റോറിസ് ഇൻ ഫീമെയിൽ ആൻഡ് ഗ്ലാൻസ് പെനിസ് ഇൻ മെയിൽ. ഓക്കെ, സോ ആദ്യത്തെ 3 എണ്ണം തെറ്റ്. ഈ കമ്പാരിസൺ കറക്റ്റ് ആണ്. ക്ലിറ്റോറിസ് ഇൻ ഫീമെയിൽ ദാറ്റ് ഈസ് ഹോമോലോഗസ് ടു ഗ്ലാൻസ് പെനിസ് ഇൻ വാട്ട്? ഗ്ലാൻസ് പെനിസ് ഓഫ് ദി മെയിൽ. സോ ദി കറക്റ്റ് ആൻസർ ഈസ് 4 ആണ്. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇവിടെയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മിസ്മാച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് LH ആക്ട് ഓൺ ലേഡിക് സെൽസ്. എന്താണ് ലേഡിക് സെൽസ് എന്ന് പറഞ്ഞാൽ? LH ആക്ട് ഓൺ ലേഡിക് സെൽസ്. ലേഡിക് സെൽസ് എന്താ? സെമിനിഫറസ് ട്യൂബ്യൂൾ പഠിക്കുമ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഇടയ്ക്ക് വരുന്ന സെല്ലുകളാണ് ഏത്? ഇൻഡർസ്റ്റിഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ്. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് LH വന്ന്
ലേഡിക് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് ലേഡിക് സെൽസ് പ്രൊഡ്യൂസ് എ ഹോർമോൺ കോൾഡ് ആൻഡ്രോജൻസ്. കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് ആൻഡ്രോജൻസ്. അതിലെ മെയിൻ സെക്സ് ഹോർമോൺ ആണ് ഇത് ടെസ്റ്റോസ്റ്റിറോൺ, വിച്ച് ഇസ് സെറ്റ് ടു ബി ദ പ്രൈമറി സെക്സ് ഹോർമോൺ ഓഫ് ദ മെയിൽ. സോ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് LH, ലേഡിക് സെൽസ് പ്രൊഡ്യൂസ് what hormone, that is testosterone. So that matching is correct. Correct matching ആണ് കൊടുത്തിരിക്കുന്നത്. Then comes FSH act on Sertoli cells. അതും ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. FSHന് ഏത് സെൽസിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്? ദാറ്റ് ഈസ് Sertoli സെൽസിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. Androgen stimulate spermatogenesis. Male sex hormones അല്ലേ androgen, so they have a direct influence on the spermatogenesis. അതും കറക്റ്റ് ആണ്. Myometrium is the external thin membrane of uterus. തെറ്റാണ്. മിഡിൽ ലെയർ ഫോംഡ് ഓഫ് സ്മൂത്ത് മസിൽസ് ആണ് എന്ത്? മയോമെട്രിയം. സോ ഇതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള മാച്ച്. സോ ഇവിടെ കറക്റ്റ് ആൻസർ നമുക്ക് ഏത് പറയാം? ദിസ് വൺ ഈസ് എ കറക്റ്റ് ആൻസർ. ബാക്കി ആൻസേഴ്സ് എന്താണ്? ഇതെടുക്കാൻ പറ്റില്ല. ഇതെല്ലാം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഇവിടെ ഏതാണ്? മയോമെട്രിയം ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ? നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ 5th ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആൻസർ ചെയ്തായിരുന്നു. ഓക്കെ. Now the next question. A contraceptive pill contains. കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകൾ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് പഠിക്കുന്നുണ്ട് അല്ലേ? ദർ ഈസ് വാട്ട് നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. നാച്ചുറൽ മെത്തേഡ്സിൽ വരുന്നത് ഏതൊക്കെയായിരുന്നു? കോയിറ്റസ് ഇൻറപ്റ്റസ്, ലാക്ടേഷൻ അംനീറിയ ഒക്കെയാണ്. അത് റിഥം മെത്തേഡ്, ഇതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്. ദെൻ നെക്സ്റ്റ് ദ ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് വരുന്നതാണ്. ബാരിയർ മെത്തേഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് പഠിക്കുന്നുണ്ട്. ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലുകൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറയുമ്പം അത് പ്രൊജസ്ട്രോജൻസ് മാത്രമുള്ളതുകൊണ്ട്, അതുപോലെ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻസ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പില്ലുകൾ കാണുന്നത്. ആൻഡ് ദീസ് പിൽസ് ഡെയിലി കഴിക്കുന്ന പിൽസും ഉണ്ട്. വൺസ് ഇൻ എ വീക്ക് നമ്മുടെ ടെക്സ്റ്റ് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? That is Saheli ആണ് അല്ലേ? that is prepared where? CDRI in Lucknow. നോൺ സ്റ്റിറോയിഡൽ ആയിട്ടുള്ള പില്ലാണ് ഏത്? സഹേലി. അതേസമയം ഡെയിലി യൂസ് ചെയ്യുന്ന പില്ലുകൾ ദാറ്റ് ഈസ് മിനി പിൽസ് ആണ്. ദാറ്റ് ഈസ് എന്താ? മാല ഡി ഒക്കെ ആ കാറ്റഗറിയിലായിരിക്കും വരിക. സോ കോൺട്രാസെപ്റ്റീവ് പില്ലിൽ മെയിനായിട്ട് വരുന്നത് ഏതായിരുന്നു? ദാറ്റ് ഈസ് പ്രൊജസ്ട്രോജൻ ആൻഡ് ഈസ്ട്രോജൻ കോമ്പിനേഷൻ. സോ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് പ്രൊജസ്ട്രോൺ ആൻഡ് ഈസ്ട്രോജൻ. ബാക്കിയൊന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ എന്താണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആൻസർ 1 ആണ്. നൗ മാച്ച് ദ ഫോളോയിങ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? സോ ദ ഫസ്റ്റ് വൺ ഈസ് മെൻസുറൽ ഫേസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടെ ഓർഡർ കറക്റ്റ് ആണോ എന്ന്. ഓക്കെ, സോ മെൻസുറൽ ഫേസ് 1 അല്ലേ? 1 ബ്ലീഡിങ് ഫേസ് ആണ് മെൻസുറൽ ഫേസ്. സോ 1 R കറക്റ്റ്. Second one is a follicular phase concerned with the proliferation of endometrium. Correct. Luteal phase also called secretory phase. Colostrum എന്ന് പറയുന്നത് ഫസ്റ്റ് മിൽക്ക് ആണ്. ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം വാട്ട്? മാമറി ഗ്ലാൻഡ്സ്. അപ്പം 1R, 2P, 3Q and 4S. സോ ദ കറക്റ്റ് ആൻസർ ഏതാണ്? 2 ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ് അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. Now the next question is, fossil of Homo erectus discovered in Java അല്ലേ? ജാവയിൽ ഡിസ്കവർ ചെയ്ത ഫോസിൽ ഏതാണെന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോസിൽ ഹോമോ ഇറക്ടസ് നമുക്കറിയാം, അതിനെ വിളിക്കുന്ന പേര് തന്നെ ജാവ ഏപ്മാൻ ആണ്. ബിക്കോസ് ഇറ്റ് വാസ് ഡിസ്കവേർഡ് ഫ്രം ജാവ ഓഫ് ഇന്തോനേഷ്യ. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് വാട്ട്? ജാവ ഏപ്മാൻ. നമ്മുടെ ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് ഇയർ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 1891 ഈ ഫോസിൽ എവിടുന്ന് ഡിസ്കവർ ചെയ്തത്? ജാവയിൽ നിന്നും ഡിസ്കവർ ചെയ്തത്. ദാറ്റ് ഈസ് ഇൻ ദ ഇയർ 1891. സോ ദി കറക്റ്റ് ആൻസർ ഈസ് 4 ആണ്. ക്ലിയർ ആണല്ലോ? Now the next question is, separate the following into homologous and analogous organs. Homologous organs ഏതാണ്? Analogous organs ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹോമലോഗസ് ഓർഗൻസ് എന്തായിരുന്നു? ദാറ്റ് ഈസ് ഇൻ ദിസ് കേസ് അവിടെ ബേസിക് സ്ട്രക്ചർ സെയിം ആയിരിക്കും, പക്ഷെ ഫങ്ഷൻസ് എന്താകാം? ഡിഫറെൻ്റ് ആകാം. അനലോഗസ് ഓർഗൻസ് വരുമ്പം അവിടെ എന്താണ് പ്രത്യേകത? അവിടെ ഫങ്ഷൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും, പക്ഷേ ബേസിക് സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഹോമലോഗസിൻ്റെയും അനാലോഗസിൻ്റെയും പ്രത്യേകതകൾ. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് വരിക? അതായത് 1 സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് പൊട്ടാറ്റോ ട്യൂബർ. അതെന്ത് പാർട്ടാണ്? ദാറ്റ് ഈസ്
both concerned with the storage of food and used for the vegetative propagation. പക്ഷേ അത് സ്റ്റെം മോഡിഫിക്കേഷനും റൂട്ട് മോഡിഫിക്കേഷനും ആയിട്ടല്ലേ വരുന്നത്. സോ ദി സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് പൊട്ടാറ്റോ ട്യൂബർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അനാലോഗസ് ആണ്. ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ അതും എന്താണ്? ദാറ്റ് ഓൾസോ കം അണ്ടർ വിച്ച് കാറ്റഗറി? ദാറ്റ് ഈസ് അനാലോഗസ്. ഹാർട്ട് ഓഫ് ഡിഫറെൻറ്റ് വെർട്ടിബ്രേറ്റ്സ് ഇതെന്താണ്? ദാറ്റ് ഈസ് ഹോമലോഗസ് ആണ്. ബേസിക് സ്ട്രക്ചർ സെയിം ആണ്, പക്ഷെ ഫിഷസിൻ്റെ കേസിൽ സിംഗിൾ സർക്കുലേഷൻ ആണെങ്കിൽ നമ്മളുടെ കേസ് വരുമ്പോൾ എന്താ? ഡബിൾ സർക്കുലേഷൻ ആണ്. ഫോർ ലിംസ് നോക്കൂ, എന്താ പറയുക, ഫോർ ലിംസ് എടുത്ത് നോക്കിയാൽ ബ്ലഡ് വെസലിൻ്റെയും അതുപോലെ തന്നെ മസിൽസിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ സെയിം ആണ്, പക്ഷെ ഫംഗ്ഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻ്റ് അല്ലേ. സോ അതെന്താണ്? ഹോമോലോഗസ് ആയിട്ടായിരിക്കും വരിക. സോ ദി കറക്റ്റ് ആൻസർ ഏത് വരും? ആൻസർ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 2 ഈസ് ദി കറക്റ്റ് ആൻസർ. 3 and 4 ഹോമോലോഗസ് ഓർഗൻ ആൻഡ് 1 and 2 എന്താണ്? അനാലോഗസ് ഓർഗൻസ് ആണ്. നൗ വാട്ട് ഈസ് ഫൗണ്ടർ ഇഫക്റ്റ്? അപ്പോൾ ഫൗണ്ടർ ഇഫക്റ്റ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫൗണ്ടർ ഇഫക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ജനറ്റിക് ഡ്രിഫ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? റാൻഡം ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് അലീൽസ് ഇൻ എ പോപ്പുലേഷൻ, ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ജനറ്റിക് ഡ്രിഫ്റ്റ് അല്ലേ? ബൈ ചാൻസ് ഫ്ലക്ച്വേഷൻസ് കാരണം ഉണ്ടാകുന്ന ഫ്രീക്വൻസി ഓഫ് ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് അലീൽസ്, അതാണ് ജനറ്റിക് ഡ്രിഫ്റ്റ്. ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ വാട്ട്? സ്മോൾ പോപ്പുലേഷനിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ജനറ്റിക് ഡ്രിഫ്റ്റ് ഓപ്പറേറ്റ്സ് ത്രൂ എ മെക്കാനിസം ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഫൗണ്ടേഴ്സ് ഇഫക്റ്റ് എന്നാണ് പറയുക. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഫൗണ്ടേഴ്സ് ഇഫക്റ്റ്. നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ ഫൗണ്ടേഴ്സ് ഇഫക്റ്റ് എന്താണ്. ഇപ്പം നോക്കൂ, ഇതൊരു പോപ്പുലേഷൻ ആണ്. If this is a population named A, okay, ഇവിടെ ഒരു പോപ്പുലേഷൻ ഉണ്ട്, ഒരു ചെറിയ പോപ്പുലേഷൻ. ഇവിടെ എന്തോ ഒരു ജിയോളജിക്കൽ ഡിസ്റ്റർബൻസ് വന്നു. ഒന്നുകിൽ ഒരു ഗ്ലേസിയർ ഫോൾ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താകാം ഒരു സ്നോഫോൾ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക ഫ്ലഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എർത്ത്ക്വേക്ക് ആക്കാം. എനിവേ ഒരു ജിയോളജിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടായി. അപ്പോൾ വാട്ട് ഹാപ്പൻ? ഇവിടുന്ന് കുറേ സ്പീഷീസ് മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് മാറി. ഇവിടുന്ന് എല്ലാവരും കൂടെ പോകുന്നില്ല. ഓൺലി സർട്ടൺ മെമ്പേഴ്സ് ഓഫ് ദി സ്പീഷീസ് മൂവ് ടു അനദർ പ്ലേസ്. ഈ പോപ്പുലേഷനെ നമുക്ക് എന്ത് വിളിക്കാം? ബി എന്ന് വിളിക്കാം. ന്യൂ ഏരിയ ആണ്, ന്യൂ ഹാബിറ്റാറ്റ് ആണ്. അവിടുത്തെ കണ്ടീഷൻസ് എന്തായിരിക്കും? ഡിഫറെൻ്റ് അല്ലേ? ഇയേഴ്സ് കഴിയുമ്പോൾ വാട്ട് മേ ഹാപ്പൻ? ഈ ബി പോപ്പുലേഷനിലെ സ്പീഷീസ് ഇറ്റ് മേ ഡെവലപ്പ് ഇൻ ടു വാട്ട്? എ ന്യൂ സ്പീഷീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. ആൻഡ് ഈ സ്പീഷീസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇറ്റ് മേ കോൾഡ് ആസ് സി പോപ്പുലേഷൻ എന്ന് വിളിക്കാം. മനസ്സിലായല്ലോ? ഈ ന്യൂ സ്പീഷീസ് എമർജ്ഡ് ഫ്രം ദിസ് വൺ, ബി എന്ന് പറയുന്ന പോപ്പുലേഷനിൽ നിന്നല്ലേ എമർജ് ചെയ്യുന്നത്. സോ വി ക്യാൻ കോൾ ദീസ് പോപ്പുലേഷൻ ആസ് വാട്ട്? ഫൗണ്ടേഴ്സ്. ഓക്കെ, ഇവരെ എന്ത് വിളിക്കാം? ഫൗണ്ടേഴ്സ്. ആൻഡ് ദീസ് ന്യൂ സ്പീഷീസ് എടുക്കുമ്പം ഈ ന്യൂ സ്പീഷീസിന് ഇവരുടെ ഒറിജിനൽ പോപ്പുലേഷനുമായിട്ട് യാതൊരു സാമ്യവും കാണില്ല, ഡിഫറെൻറ്റ് ഫോംസ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ജനറ്റിക് ഡ്രിഫ്റ്റ് ഓപ്പറേറ്റ്സ് ത്രൂ the mechanism that is called what? Founder effect. And what is the end result of founder effect? End result of the founder effect is new species. New species ആണ് end result of എന്താ? ഫൗണ്ടേഴ്സ് ഇഫക്റ്റ്. മനസ്സിലായല്ലോ? എപ്പോഴും ഇതൊരു ചെറിയ പോപ്പുലേഷനിലാണ് ഇങ്ങനെയുള്ള മെക്കാനിസംസ് എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ അത് സ്പ്രെഡ് ചെയ്തു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഈ ഫൗണ്ടേഴ്സ് ഇഫക്റ്റ് മെൻഷൻ ചെയ്യുമ്പോൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമുക്കിനി നോക്കാം ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന്. ഇറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് ദ ന്യൂ പോപ്പുലേഷൻ വിത്ത് ചേഞ്ച് ക്യാരക്ടേഴ്സ്. ശരിയല്ലേ? ഇവിടെ പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന മാറ്റം പുതിയതായിട്ട് എന്ത് ഇവോൾവ് ചെയ്തു? ന്യൂ സ്പീഷീസ് ഇവോൾവ് ചെയ്തു. അതിന് എക്സാമ്പിളായിട്ട് ഫൗണ്ടേഴ്സ് ഇഫക്റ്റിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ഏതാണ്? ദാറ്റ് ഈസ് ഡാർവിൻസ് ഫിഞ്ചസ് ആണ്. എക്സാമ്പിൾസ് ഓഫ് ഡാർവിൻസ് ഫിഞ്ചസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഫൗണ്ടേഴ്സ് ഇഫക്റ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഗാലപ്പാഗോസ് ഐലൻഡ്സിലേക്ക് ആദ്യം പറന്നു വന്ന ഫിഞ്ച് എന്ന് പറയുന്നത് ഗാലപ്പാഗോസ് ഐലൻഡിലേക്ക് വന്നത് ദാറ്റ് ഈസ് എ സീഡ് ഈറ്റിംഗ് ഗ്രൗണ്ട് ഫിഞ്ച് ആണ് അല്ലേ? സീഡ് ഈറ്റിംഗ് ഗ്രൗണ്ട് ഫിഞ്ച് ആണ്. നമുക്കറിയാം ഗാലപ്പാഗോസ് ഐലൻഡ് ഒരു ഐലൻഡ് അല്ല, 20ഓളം ഐലൻഡുകൾ ചേരുന്നതാണ് ഗാലപ്പാഗോസ് ഐലൻഡ്സ്. ഓക്കെ, ഈ സീഡ് ഈറ്റിംഗ് ഫിഞ്ച് ഓരോ ഐലൻഡിലേക്ക് മാറിയപ്പോൾ അവിടുത്തെ ഫുഡ് പാറ്റേൺ മാറിയതനുസരിച്ച് ഇവ പല ഫോംസായി മാറിയെന്നാണ് പറയുന്നത് അല്ലേ? ഏതൊക്കെയാണ് ഡിഫറെൻറ്റ്? സം
changed into, they have warbler like beak. Warbler എന്ന് പറയുന്ന ബേർഡിൻ്റെ ബീക്ക് പോലെയായി. സം ഫോംസിൻ്റെ ബീക്ക് വുഡ്പെക്കർ ലൈക്കായി മാറി. ചിലത് വുഡ്പെക്കറിൻ്റെ ബീക്ക് പോലെയായി. ചിലതെന്തായി മാറി? ഫ്രൂഗി വോറസ് ആയിട്ട് മാറി. ഫ്രൂഗിവോറസ് ബേർഡ്സ് ആയിട്ട് മാറി. ചിലത് സീഡ് ഈറ്റിംഗ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തത്. ചിലത് കാക്ടസ് ഫീഡിങ് ഫോംസ് ആയിട്ടും കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കാക്ടസ് ഫീഡിങ് ഫോംസ്. സോ ഡിഫറെൻറ്റ് ഫോംസ് ഇവോൾവ് അല്ലേ. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വാട്ട് ഫൗണ്ടേഴ്സ് ഇഫക്റ്റ്. അപ്പം ക്യാരക്ടേഴ്സ് ചേഞ്ച് ചെയ്താണ് പുതിയ ഫോംസ് ആയിട്ട് ഇവോൾവ് ചെയ്ത് വന്നത്. സോ this statement is correct. Founder effect can multiply and forms a new population. That is also correct. Genetic disorders in founder become widespread in the multiply ചെയ്ത് അല്ലെ പുതിയ ഫോംസ് ഉണ്ടാകുന്നു. അപ്പോൾ ചെറിയ പോപ്പുലേഷനിലല്ലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്ത് പോകാം. ഇറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് ന്യൂ പോപ്പുലേഷൻ ത്രൂ നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ വഴിയല്ല അവിടെ സംഭവിച്ചത്. അവിടെ ക്യാരക്ടേഴ്സിന് ചേഞ്ച് ഉണ്ടായി പുതിയ ഫോംസ് ഇവോൾവ് ചെയ്ത് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റോങ് എന്ന് പറയുന്നത് ഏതാണ്? ദിസ് വൺ ഈസ് ദ റോങ് ആൻസർ അല്ലെങ്കിൽ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോർത്ത് വൺ ആണ്. അവിടെ ചോദിച്ചിരിക്കുന്നതും ഏതാണ്? റോങ് സ്റ്റേറ്റ്മെന്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ ദി കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ദാറ്റ് ഈസ് ദ ഫോർത്ത് വൺ ഈസ് ദി കറക്റ്റ് ആൻസർ. ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ കറക്റ്റ് ആണ്. ദിസ് ഈസ് ദ ഓൺലി റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നൗ ലുക്ക് ഹിയർ. In a population, a problem ആണ്. In a population of Hardy-Weinberg equilibrium, the dominant allele for the color is B for black and the recessive allele is B, small b for white. If 16% of the population is homozygous recessive, what will be the percent allelic frequency of capital B, that is a dominant condition, and capital B, small b, that is what? That represents heterozygous condition. സോ നമ്മൾ ഓൾറെഡി ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം പഠിച്ചപ്പോൾ ഇക്വേഷൻ പഠിച്ചതാണ്. എന്തായിരുന്നു? ഹോമോസൈഗസ് ആണെങ്കിൽ, ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണ് എങ്കിൽ ക്യാപിറ്റൽ എ ഈക്വൽസ് ക്യാപിറ്റൽ എ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എന്താ പി സ്ക്വയർ, സ്മോൾ എ ഈക്വൽസ് എന്താ ക്യൂ സ്ക്വയർ, ആൻഡ് ക്യാപിറ്റൽ എ സ്മോൾ എ ഇത് ഹോമോസൈഗസ് ഡോമിനൻ്റ്, ഇത് ഹോമോസൈഗസ് റെസസീവ്, ഇത് ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണെങ്കിൽ എന്തായിരിക്കും? 2p ആയിരിക്കും. ഓക്കെ, സോ പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽസ് എന്താ 1 ആണ്. ക്ലിയർ അല്ലേ? ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഹാർഡി-വീൻബർഗ് പറയുന്നത് എന്തായിരുന്നു? ഓൾ ദി അലീലിക് ഫ്രീക്വൻസീസ് റിമെയിൻ കോൺസ്റ്റന്റ്. എങ്ങനെയായിരിക്കും കോൺസ്റ്റന്റ് ആവുന്നത്? നാച്ചുറൽ സെലക്ഷൻ നടക്കാൻ പാടില്ല, മൈഗ്രേഷൻ നടക്കാൻ പാടില്ല, മ്യൂട്ടേഷൻസ് പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള മെക്കാനിസംസ് ഒന്നും ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ഓൾ ദ അലീലിക് ഫ്രീക്വൻസീസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ അതൊരിക്കലും സംഭവിക്കില്ല, കാരണം ഈ മെക്കാനിസംസ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നമ്മുടെ പ്രശ്നം ഇവിടെ പ്രോബ്ലത്തിന് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇഫ് 16% ഓഫ് ദ പോപ്പുലേഷൻ ഇസ് ഹോമോസൈഗസ് റിസസീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ക്യൂ സ്ക്വയർ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 16% ആണ്. അപ്പോൾ ക്യൂ സ്ക്വയർ ആകുമ്പോൾ എത്രയായി? ദാറ്റ് ഈസ് 0.16 ആയി. ദെയർഫോർ ക്യൂ ഈക്വൽസ് എത്രയായിരിക്കും? 0.4 ആയിരിക്കും എന്ത്? ക്യൂ. ഓക്കെ, അപ്പോൾ ക്യൂ തന്നിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? ദെയർഫോർ പി ഈക്വൽസ് 1 മൈനസ് 0.4 ദാറ്റ് ഈസ് വാട്ട്? 0.6 ആണ്. അപ്പോൾ ക്യൂവും കിട്ടി, അതുപോലെ 6ഉം കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ക്യാപിറ്റൽ ബി ആണ് അല്ലേ? ക്യാപിറ്റൽ ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് പി സ്ക്വയർ ആണല്ലോ. അപ്പോൾ എത്രയായിരിക്കും? 0.36 ആണ്. അപ്പോൾ പെർസെൻറ്റേജ് വരുമ്പോൾ എത്ര ആയിരിക്കും? 36 ആണ്. അതുപോലെ തന്നിരിക്കുന്നത് കണ്ടുപിടിക്കാൻ ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണ്. ദാറ്റ് ഈസ് 2pq അല്ലേ? അപ്പോൾ എന്താ? 2 ഇൻറ്റു 0.6 ഇൻറ്റു 0.4. അപ്പോൾ എത്ര കിട്ടി? 0.48 ദാറ്റ് ഈസ് 48%. ക്ലിയർ ആണല്ലോ? സോ 36 ആൻഡ് 48 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. സോ ദി ഓപ്ഷൻ നമുക്ക് ഏത് മാർക്ക് ചെയ്യാം? ദാറ്റ് ഈസ് 4 ഈസ് ദി കറക്റ്റ് ആൻസർ. ദിസ് ഈസ് ദ 45th ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്
ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് സ്റ്റെം റെപ്റ്റൈൽസിൽ നിന്ന് വരുന്ന അതെങ്ങനെയാണ് റൈസ് ചെയ്യുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ, അതായത് എക്സ്റ്റിങ്ക്റ്റ് റെപ്റ്റൈൽസ്. ഈ റെപ്റ്റൈൽസിൽ നിന്നും 2 ഗ്രൂപ്പുകൾ ഇവോൾവ് ചെയ്തു വന്നു. വൺ ഈസ് സൈനാപ്സിഡ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് വാട്ട്, സോറോപ്സിഡ്. സൈനാപ്സിഡും ഉണ്ട്, അതേപോലെ എന്തും വന്നു, സോറോപ്സിഡും ഉണ്ട്. മനസ്സിലായല്ലോ. ഈ സൈനാപ്സിഡ് എന്ന് പറയുന്ന സോറോപ്സിഡ് എന്ന് പറയുന്ന ഫോമിൽ നിന്നും ഇവോൾവ് ചെയ്തു വന്ന ആളാണ് ആര്, ടർട്ടിൽസ്. പ്രിമിറ്റീവ് ലിവിങ് റെപ്റ്റൈൽസ് ആണ് ടർട്ടിൽസ്. ഇതിൽ നിന്ന് തന്നെ വന്നു ആര്, ലിസാർഡ്. ലിസാർഡിന്റെ ലൈനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോയ ആളാണ് ആര്, തീക്കോഡോണ്ട് എന്ന് പറയുന്ന ഫോംസ്. അതിൽ നിന്നും ഇതേ ലൈനിൽ നിന്ന് ഇവോൾവ് ചെയ്ത് മാറിയ ആളാണ് ടോട്ടോറാസ്. ഇത് ലിവിങ് ഫോസിൽസ് ആയിട്ട് വരും. അതും കഴിഞ്ഞ് ഇവോൾവ് ചെയ്ത് വന്ന ആളാണ് ആര്, സ്നീക്സ്. മനസ്സിലായി. അപ്പോൾ ഇത്രയും പേരുടെയും കോമൺ ആൻസിസ്റ്റർ സോറോപ്സിഡ് ആണ്. ഇനി ഈ തീക്കോഡോണ്ട് എന്ന് പറയുന്ന ഫോമിൽ നിന്നും ഇവോൾവ് ചെയ്ത് വന്ന ആളാണ് ക്രോക്കോഡൈല്. ഈ ലൈനിൽ നിന്ന് ഇവോൾവ് ചെയ്ത് ക്രിട്ടേഷ്യസ് പീരീഡ് ആയപ്പോൾ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയ ആളാണ് ഡിനോസർ. ഇതേ ലൈനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വന്ന ആളാണ് ആര്, ബേർഡ്സ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇവരുടെ ആൻസിസ്റ്റർ ആരാ, തീക്കോഡോണ്ടിന്റെ വരുമ്പോൾ ആരായിരിക്കും, സോറോപ്സിഡ്. അപ്പൊ സോറോപ്സിഡിൽ നിന്നാണ് ഇത്രയും പേരും ഇവോൾവ് ചെയ്ത് വന്നത്. സൈനാപ്സിഡ് എന്ന് പറയുന്ന ഫോമിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തു വന്ന ആള് ആര്, പെലിക്കോസോറസ്. അതിൽ നിന്ന് വന്നു ആര്, ദാറ്റ് ഈസ് കോൾഡ് തെറാപ്സിഡ്. തെറാപ്സിഡിൽ നിന്നാണ് ആര് വന്നിരിക്കുന്നത്, മാമൽസ് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇതാണ് ദിസ് ഈസ് എ ചാർട്ട് ഗിവൺ ഇൻ വേർഡ്. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ചാർട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അപ്പം ഡിനോസറും മാമൽസും എന്തിൽ നിന്ന് ഇവോൾവ് ചെയ്തു. ഇപ്പൊ സ്റ്റെം റെപ്റ്റൈൽസ് നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റെം റെപ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ ഏതാ, ഡിനോസർ. നോക്കിക്കേ, ഡിനോസർ എന്ന് പറയുമ്പം തീക്കോഡോണ്ടിൽ നിന്ന് ഇവോൾവ് ചെയ്തു. തീക്കോഡോണ്ട് എന്ന് പറയുമ്പോൾ അതാരാണ്, സോറോപ്സിഡിൽ നിന്നാണ് ഇവോൾവ് ചെയ്തത്. അപ്പൊ സ്റ്റെം റെപ്റ്റൈൽ ഇവിടെ ആരാണ്, സോറോപ്സിഡ് ആണ്. അതേസമയം മാമൽ വരുമ്പോൾ നോക്കിക്കേ, തെറാപ്സിഡിൽ നിന്ന് ഇവോൾവ് ചെയ്തു. പക്ഷെ ഇവരെവിടുന്ന് ഇവോൾവ് ചെയ്തു വന്നിരിക്കുന്നത്, സൈനാപ്സിഡിൽ നിന്നല്ലേ. അപ്പോൾ ഏതൊക്കെ വരും, സോറോപ്സിഡും സിനാപ്സിഡും ആയിരിക്കും സ്റ്റെം റെപ്റ്റൈൽസ് ആയിട്ട് വരുന്നത്. സോ കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് 3 ആണ്. കറക്റ്റ് ആൻസർ സോറോപ്സിഡ് ആൻഡ് സിനാപ്സിഡ് ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു ചാർട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ഓർത്തിരിക്കേണ്ട ഒരു പാർട്ടാണ് ഇത്. അപ്പോൾ സ്റ്റെം റെപ്റ്റൈൽസ് ഓർക്കണം, ഏതിൽ നിന്ന് ആര് ഇവോൾവ് ചെയ്തു എന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ആ ചാർട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ദിസ് ഈസ് ദ ചാർട്ട്. നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഈ പർട്ടിക്കുലർ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. Now the next question is match the following type ആണ്. Okay, match the following type question ആണ്. 47th question. That is PD ആയിട്ട് വരും. പാങ്കോളിൻ കറക്റ്റ് മാച്ചിങ് ആണ്. നമ്മൾ അനലോഗസ് അല്ലെങ്കിൽ എന്താ പറയുക, കൺവേർജന്റ് എവല്യൂഷനകത്തിൽ നമ്മൾ മാർസുപ്പിയൽസിനെയും മാമൽസിനെയും കൂടെ കമ്പയർ ചെയ്യുവാണ്. അപ്പം നമ്മുടെ ചാർട്ട് NCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ പേരുകൾ നന്നായിട്ട് പഠിച്ചോണം. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുള്ളതാണ്. PD, QA, then comes what, R ആണ് അല്ലേ. R അപ്പം എന്തായിരിക്കും, ദാറ്റ് ഈസ് B, ആൻഡ് S എന്തായിരിക്കും, C. സോ ദി കറക്റ്റ് ആൻസർ ഏതാ, 2 ഈസ് ദി കറക്റ്റ് ആൻസർ. അപ്പോൾ രണ്ടെണ്ണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ PD വരുന്നത് വേറെ ഒന്നുമില്ല. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെ ക്ലിയർ ആക്കി കഴിയുമ്പോൾ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ദി കറക്റ്റ് ആൻസർ ഈസ് 2. അത് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നൗ അഗെയിൻ ദ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. Among the following statements correct ഏതാണ് wrong ഏതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലേ. That is, among the dinosaurs, Tyrannosaurus was the one of the biggest, having huge and fearsome appearance. അല്ലേ, big fearsome appearance, dagger like teeth ഒക്കെ ഉള്ള ഫോംസ് ആണ്. സോ ലാർജസ്റ്റ് ഡിനോസർ കാർണിവോറസ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. Now the next one is Ramapithecus was more ape-like and Dryopithecus was more man-like. തിരിച്ചാണ് വരേണ്ടത്.
രാമാപിതക്കസ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി മാൻ ലൈക്ക് ആണ് വരേണ്ടത്. ഇവിടെ വരുമ്പോഴെന്താ ഇവർക്ക് ഡ്രയോപിതക്കസിന് ഹെയറി ബോഡിയും ദേ വർക്ക്ഡ് ലൈക്ക് ഗൊറില്ല ആൻഡ് ചിമ്പാൻസി ആണ്. അതേസമയം രാമാപിതക്കസ് വരുമ്പം അവർക്ക് കുറച്ചുകൂടെ നമ്മളുമായിട്ടാണ് സാദൃശ്യം. കുറച്ചുകൂടെ ഫസ്റ്റ് ഡയറക്റ്റ് ആൻസിസ്റ്റർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് രാമാപിതക്കസിനെ പറയാൻ സാധിക്കും. അപ്പോൾ ഈ കൊടുത്തിരുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? തെറ്റാണ്. ഈ രീതിയിൽ വന്നാലേ ശരിയാവുള്ളൂ. ദി എസൻസ് ഓഫ് ഡാർവിനിയൻ തിയറി അബൌട്ട് എവല്യൂഷൻ ഈസ് നാച്ചുറൽ സെലക്ഷൻ. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഡാർവിനിയൻ തിയറി അല്ലെങ്കിൽ ഡാർവിനിസത്തിന്റെ മെയിൻ കൺസെപ്റ്റ് ആണ് ബ്രാഞ്ചിങ് ഡിസെന്റും അതുപോലെ തന്നെ നാച്ചുറൽ സെലക്ഷനും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. The atmosphere of the primitive earth contains water vapor, methane, carbon dioxide, ammonia released from the molten mass that covered the surface. മോൾട്ടൺ സർഫസ്. അപ്പോൾ അവിടെ ഓക്സിജൻ ഇല്ല. ആദ്യത്തെ പ്രിമിറ്റീവ് ഗേഷ്യസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് വാട്ടർ വേപ്പർ, മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അമോണിയ ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റും എന്താ? കറക്റ്റ് ആണ്. അപ്പോൾ 2 മാത്രമേ ഉള്ളൂ റോങ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ്. 1, 3 and 4 ആർ ട്രൂ, ബട്ട് 2 ഈസ് എന്താ? ഫോൾസ് ആണ്. ഓക്കെ, സോ ആൻസർ ഏതാണ്? 4th one is the right answer. Now again statement based ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് ദ ട്രൂ ആൻഡ് ദി ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെയും കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? ദാറ്റ് ഈസ് നോക്കൂ, ഡ്യൂറിങ് ഐസ് ഏജ് ബിറ്റ്വീൻ, അവിടെ ആദ്യത്തെ ഒരു പാർട്ട് തെറ്റാണ്. ഐസ് ഏജ് എന്ന് പറയുമ്പോൾ 85,000 അല്ല, 75,000 to 10,000 years ago മോഡേൺ ഹോമോസാപ്പിയൻസ് അറോസ്. നമ്മുടെ ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് 75,000 to 10,000 years എഗോ എന്ന് പറയുന്നുണ്ട് അല്ലേ? അടുത്തത്, അഗ്രികൾച്ചർ കെയിം അറൌണ്ട് 10,000 years back and human settlement started. That is correct. Homo erectus used hides to protect their body and buried the dead. That statement is wrong. കാരണം നിയാൻഡർത്തൽ മാൻ ആണ് used hides to protect their body and buried the dead. ഹോമോ ഇറക്ടസിന്റെ പ്രത്യേകത ജാവ ഏപ്പ് മാൻ അല്ലേ? അവരാണ് ആദ്യമായിട്ട് മീറ്റ് കഴിച്ച ആളുകൾ. ഫസ്റ്റ് ദേ ഏറ്റ് മീറ്റ് ആണ് അവരുടെ പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത്. അവിടെ നിയാൻഡർത്തൽ മാൻ ആണ് used hides to protect their body and buried the dead. Skull of the baby chimpanzee is more like adult human skull than adult chimpanzee skull. Correct. Australopithecines hunted with stone weapons. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. they ate fruits. അവർ മീറ്റ് ഒന്നും കഴിക്കില്ല, ബട്ട് they hunted with what? സ്റ്റോൺ വെപ്പൺസ് ആണ് അവർ യൂസ് ചെയ്തിരുന്നത്. അതുപോലെ 4 feet ആണ് അവരുടെ ഹൈറ്റ്. they lived in East African grasslands. ഫോസിൽസ് കിട്ടിയത് ടാൻസാനിയ ആൻഡ് ഇത്തിയോപ്പിയ. ആൻഡ് അവരുടെ പ്രത്യേകതയാണ് they used stone weapons but they ate ഫ്രൂട്ട്സ് ഓൺലി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും എന്താ? കറക്റ്റ് അല്ലേ? സോ ഇവിടെ 1ഉം 3ഉം എന്താ? ഫോൾസ് ആണ്. ബാക്കി 2, 4, 5 കറക്റ്റ്. സോ ആൻസർ ഏതാ? 2 ഈസ് ദി കറക്റ്റ് ആൻസർ. കറക്റ്റ് അല്ലേ? Now the next one. The last question. Given below are the salient features of Darwinian theory of natural selection. Identify the correct sequence from the following option. ഓക്കെ, അപ്പൊ ഇവിടെ ജംബിൾഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ദിസ് ഡാർവിനിയൻ തിയറിയുടെ ഓർഡറിനെ. അതിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കണം. ഡാർവിനിയൻ കൺസെപ്റ്റിൽ ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത്, ആദ്യത്തെ പോയിന്റ് അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഡാർവിൻ പറയുന്നത് ഏത് സ്പീഷീസ് എടുത്താലും ദേ ഹാവ് എ ടെൻഡൻസി ടു പ്രൊഡ്യൂസ് മോർ ഓസ്പ്രിങ്സ്. അതായത് എല്ലാത്തിൻ്റെയും തുടക്കം എവിടെ നിന്നാണ്? ഓവർ പ്രൊഡക്ഷൻ ആണ്. സോ ദ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? ദാറ്റ് ഈസ് ഓവർ പ്രൊഡക്ഷൻ ആണ്. സോ ദിസ് ഈസ് ദ 1. ഓക്കെ, നമ്പേഴ്സ് കൂടുമ്പോൾ there occurs struggle between individuals for the limited source. That is called what? Struggle for, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള struggle. That is struggle for existence. അപ്പൊ സ്ട്രഗിൾ വരുമ്പോൾ ആർക്കാണോ ഫേവറബിൾ വേരിയേഷൻ they will survive. സോ ദ വേരിയേഷൻ എന്ന് പറയുമ്പോൾ ഒരേ സ്പീഷീസിൽ ഇൻഡിവിജ്വൽസിനുണ്ടാകുന്ന ചേഞ്ചസ്, അതല്ലേ വേരിയേഷൻസ്. അപ്പോൾ the third one is those who have favorable variation they will survive. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേരിയേഷൻ തന്നെ. സോ ദിസ് ഈസ് ദ തേർഡ് വൺ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ എന്താ? ആർക്കാണോ ഫേവറബിൾ വേരിയേഷൻ they will survive. That is called survival of the fittest or natural selection. Okay, survival of fittest, that is nature select the favorable ones. And last one what? ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സ്പീഷീസിൽ എന്തുണ്ടാകാം? ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യാം. അങ്ങനെ അത് പതുക്കെ ഇൻഹെറിറ്റ് ചെയ്ത് ദാറ്റ് സ്മോൾ വേരിയേഷൻസ് ഫൈനലി ലീഡ് ടു വാട്ട്? ന്യൂ സ്പീഷീസ് എന്നാണ് ഡാർവിൻ പറയുന്നത്. ദിസ് ഈസ് ദ ലാസ്റ്റ് വൺ.
സോ ദി കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് 4, 6, 3, 2, 5, 1. ദാറ്റ് ഓപ്ഷൻ ഏതാണ്? 3 ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാ പാർട്ടിൽ നിന്നുമായി, ദാറ്റ് ഈസ് ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ദ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഓൾസോ വേർഡ് എവല്യൂഷൻ. സോ എല്ലാ പാർട്ടിയിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ വി ഹാവ് ഡിസ്കസ്ഡ്. നിങ്ങൾ ട്രൈ ടു വർക്ക് ഔട്ട് ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അഗെയിൻ ആൻഡ് അഗെയിൻ സോ ദാറ്റ് യു ഗെറ്റ് വെൽ വേഴ്സ്ഡ് വിത്ത് ദ തിയറി പാർട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നന്നായിട്ട് ചെയ്യണം, അതുപോലെ തിയറി പാർട്ട് നന്നായിട്ട് വായിക്കണം, ആൻഡ് ട്രൈ ടു ഡു ആസ് മച്ച് ക്വസ്റ്റ്യൻസ് യു ക്യാൻ. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്.